ഒന്നോ രണ്ടോ എത്ര ശ്ലോകങ്ങളെ പറ്റി വിവരിക്കാൻ കഴിയും, അതനുസരിച്ച് നമുക്ക് ഈ പ്രഭാഷണ പരമ്പര മുന്നോട്ട് കൊണ്ടുപോകാം. രാധ. ഓം ഗുരുഭ്യോ നമഃ. ഓം ശ്രീ വിദ്യാധിരാജായ നമഃ. തീർത്ഥം പാപഹരം പവിത്രം അറിവിൻ സാരസ്വതം സാഗരം സാർത്ഥം നിഷ്കളമാത്മബോധം അഖിലാണ്ട പ്രേമപൂർണാകരം ദീപ്തം പാദയുഗം പ്രകാശനിലയം സച്ചിത് സുഖത്തിൻ പദം സത്യജ്ഞാനബലം തരുന്നൊരഭയം ശ്രീനീലകണ്ഠൻ ഗുരു. സത്യജ്ഞാനബലം തരുന്നൊരഭയം ശ്രീനീലകണ്ഠൻ ഗുരു. നരരൂപം ധരിച്ചൊരു പരമാത്മസ്വരൂപനാം നാരായണ ഗുരുത്തംസം സാഷ്ടാംഗം പ്രണമിച്ചിടാം. നരരൂപം ധരിച്ചൊരു പരമാത്മസ്വരൂപനാം നാരായണ ഗുരുത്തംസം സാഷ്ടാംഗം പ്രണമിച്ചിടാം. സാഷ്ടാംഗം പ്രണമിച്ചിടാം. പ്ലീസ് കണ്ടിന്യൂ. 2 വാക്ക് സാറിനെ കുറിച്ച് സംസാരിച്ചിട്ട് ഡോക്ടർ സുരേഷ് കുമാർ ഇന്നത്തെ പ്രഭാഷകനെ കുറിച്ച്. ഓക്കെ. ഓം വിദ്യാധിരാജായ നമഃ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഇവിടെ ഈ പ്രഭാഷണം കേൾക്കാൻ വന്നു ചേർന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഒരിക്കൽ കൂടി. എനിക്ക് ഡോക്ടർ സുരേഷ് കുമാറിനെ പേഴ്സണലി അറിയില്ല, അതുകൊണ്ട് ഞാൻ ചെറിയൊരു റൈറ്റപ്പ് അദ്ദേഹത്തിൻ്റെ ബയോ വായിക്കാം. ഓക്കെ. Dr. S. Suresh Kumar is a distinguished scholar and educator in the field of Vedanta, with over 25 years of dedicated teaching experience at Sri Shankaracharya University of Shankaracharya University of Sanskrit, Kaladi. He was awarded PhD from the same university. He is a committed academician and spiritual practitioner with expertise in Vedantic studies. He has an extensive background in yoga and counseling and holds MSc and postgraduate diploma in yoga from Annamalai University, Chidambaram. He also completed the yoga instructor course from S. Vyasa, Swami Vivekananda Yoga Anusandhana Samsthana, Bangalore, and earned the prestigious Yoga Shiromani, Teacher of Yoga, certification from the International Shivananda Yoga Vedanta Center, Balmorin, Canada. He has enhanced his academic and interpersonal skill through a diploma in applied counseling from the State Resource Center, Kerala, and a postgraduate certificate in counseling from the University of Kerala. He has served as the coordinator of the UGC add-on course in Yogic Science at Sri Shankaracharya University of Sanskrit, Kaladi, from 2012 to 2017. 7 PhD degrees have been awarded under his supervision. He has also served as a member of the university's academic council. An active contributor to scholarly discourse, he has published 28 research articles on Vedanta and allied disciplines, significantly enriching the field of Indian philosophy. I welcome him to this meeting today. Thank you. ഡോക്ടർ ശോഭ, സാറിനെ കുറിച്ച് ജനറലായിട്ട് പറയുക. എല്ലാവർക്കും നമസ്കാരം. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. എല്ലാവർക്കും നമസ്കാരം. സുരേഷ് സാറിനെ പരിചയപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്.
സുരേഷ് സാറിനെ കുട്ടിക്കാലം മുതൽ അറിയുന്നതാണ്. സുരേഷ് സാറും ഞാനും ഗീത ടീച്ചറും സുലോചന ടീച്ചറും എല്ലാം ഞങ്ങള് പാങ്ങോട് കുഴിക്കലിടവക എന്ന് പറയുന്ന സ്കൂളില്, കുഴിക്കലിടവക ജ്ഞാനാമൃതവർഷിണി അപ്പർ പ്രൈമറി സ്കൂൾ, ആ സ്കൂളിന്റെ പേര് ജ്ഞാനാമൃതവർഷിണി. അപ്പൊ ജ്ഞാനമാകുന്ന അമൃതിനെ വർഷിക്കുന്ന, അങ്ങനെയായിരുന്നു ആ സ്കൂളിന്റെ പേര്. ആ സ്കൂളിൽ നിന്നാണ് ഞങ്ങളെല്ലാം പഠിച്ചത് സംസ്കൃതം. ഇപ്പൊ സംസ്കൃത സ്കൂൾ, ആ സ്കൂളിൽ ഞങ്ങളെ ഒരുപക്ഷെ ഞങ്ങൾ കുറെ ഏറെ പേരുണ്ട്. ഇതിൽ തന്നെ ഇപ്പൊ എന്താ എല്ലാവർക്കും അറിയുന്ന സുലോചന ടീച്ചർ, ഞാന്, ഗീതാമൺ ടീച്ചർ, ഇപ്പൊ സുരേഷ് സാറ്, ഇവരെല്ലാം ഈ സരസ്വതി ക്ഷേത്രമാണ് ഞങ്ങളെ ഈ മേഖലയിൽ എത്തിച്ചതെന്ന് പറയാം. അതുപോലെ തന്നെ ഗുരുവിന്റെ ഒരു കൃതിയാണല്ലോ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട, ആ സ്കൂളുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്ന, ഞങ്ങളെയൊക്കെ സംസ്കൃതം പഠിപ്പിച്ച ഒരു മാധവൻ പിള്ള സാറുണ്ട്. അപ്പൊ സാറ് ഗൃഹസ്ഥാശ്രമം ഒക്കെ കഴിഞ്ഞിട്ട് ശിവഗിരിയില് സന്യാസം സ്വീകരിക്കുകയും ബ്രഹ്മവിദ്യാലയത്തിൽ പഠിപ്പിക്കുകയും അവിടെ സമാധിയാവുകയും ചെയ്തതാണ്. അപ്പൊ സാറിനെ ഞാൻ ഈ അവസരം സ്മരിക്കുന്നു. ഇപ്പൊ പഠനമൊക്കെ കഴിഞ്ഞ് സാറ് ഈ അക്കാഡമിക് ക്വാളിഫിക്കേഷൻസിനെ കുറിച്ചൊന്നും പറയേണ്ടതില്ല, ഇപ്പൊ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. സാറ് യൂണിവേഴ്സിറ്റിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് സെയിൽ ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി കിട്ടിയിരുന്നു. അതിനുശേഷമാണ് ഞങ്ങളുടെ ഒപ്പം യൂണിവേഴ്സിറ്റിയിൽ സാറും വന്നത്. ഈ പഠനം കഴിഞ്ഞ് ഞങ്ങൾ MA ഒക്കെ കഴിഞ്ഞ് നിൽക്കുമ്പോൾ, എന്നേക്കാൾ ജൂനിയറാണ് സാറ്, നിൽക്കുന്ന സമയം കൊല്ലം ജില്ലയിൽ ഒരു സംസ്കൃത വിദ്യാപീഠം ഉണ്ടായിരുന്നു. അപ്പൊ ആ സംസ്കൃത വിദ്യാപീഠത്തില് ക്ലാസ് എടുക്കുന്നതിന് സാറും ഞാനും ഒക്കെ ഒന്നിച്ച് കുറെ നാള് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ കുടുംബമായിട്ടും ഒക്കെ എല്ലാവരും തമ്മിൽ അറിയുന്നവരാണ്, വളരെ അടുപ്പമാണ് ചെറുപ്പം മുതലേ. ഇപ്പൊ യൂണിവേഴ്സിറ്റിയിൽ ഈ 24 വർഷം സർവീസ് ചെയ്യുന്നതിനിടയിലും അദ്ദേഹം അക്കാഡമിക് കൗൺസിൽ മെമ്പർ ആയിരുന്നിട്ടുണ്ട്. അതുപോലെ തന്നെ യോഗയുടെ ഒരു അഡോൺ കോഴ്സ്, UGC അഡോൺ കോഴ്സിന്റെ കോർഡിനേറ്ററായി വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ പഠന പ്രക്രിയകളിലെല്ലാം, സെമിനാറുകളിലാണെങ്കിലും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ജേണലുകളിലൂടെ ആണെങ്കിലും തൻ്റെതായ കാഴ്ചപ്പാടുകളും വ്യത്യസ്ത നിലപാടുകളും പ്രകടിപ്പിക്കുമായിരുന്നു. അത് അങ്ങനെ വ്യത്യസ്ത നിലപാടുകൾ എടുക്കണമെങ്കിലും കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കണമെങ്കിലും ആ വിഷയത്തിൽ വളരെ അവഗാഹം ഉണ്ടാകണം. അപ്പൊ അത്തരത്തിൽ ഏത് വിഷയങ്ങളെയും ഗവേഷണ ബുദ്ധിയോടെയും വിമർശനാത്മകമായും അവതരിപ്പിക്കാനുള്ള കഴിവ് സാറിനുണ്ട്. ഇപ്പോഴും അദ്ദേഹം എന്താണ് യോഗ വേദാന്ത പാഠന പ്രക്രിയകളിലും നാട്ടിലെ സാഹിത്യ സാംസ്കാരിക പ്രവർത്തനങ്ങളിലും സാറിന്റെ സജീവ സാന്നിധ്യമുണ്ട്. ഒരു മികച്ച അക്കാഡമിഷ്യനാണ്. അതുപോലെ തന്നെ അദ്വൈത വേദാന്ത ദർശനത്തിലും യോഗ ദർശനത്തിലും ഒരു പണ്ഡിതനാണ് ശരിക്കും. യോഗ പരിശീലകൻ, യോഗ കൗൺസിലിംഗ് എല്ലാം ഇപ്പോഴും തുടരുന്നുണ്ട്. സാർ ഇതെല്ലാം പഠിക്കുകയും പഠിപ്പിക്കുകയും മാത്രമല്ല ചെയ്യുന്നത്, അതിലുപരി വേദാന്ത ദർശനത്തിനും യോഗ ദർശനത്തിനും അനുസൃതമായ ഒരു ജീവിത ശൈലി തുടരുന്ന വ്യക്തി കൂടിയാണ്. ആഹാരത്തിലാണേലും വേഷത്തിലാണേലും എല്ലാം അങ്ങനെയാണ് അദ്ദേഹം. ഇപ്പോഴും സാർ ഉൾപ്പെടെ ഞങ്ങളൊരു കൂട്ടായ്മയുണ്ട്. എല്ലാ ദിവസവും വൈകുന്നേരം 7 തൊട്ട് 8 വരെ ഞങ്ങൾ നാരായണീയം എല്ലാം വായിച്ചു കഴിഞ്ഞു. സൗന്ദര്യലഹരി, ശിവാനന്ദ ലഹരി, ഇതെല്ലാം ഞങ്ങള് വായിക്കുകയും ചർച്ച ചെയ്യുകയൊക്കെ ആ പുസ്തകങ്ങളെല്ലാം കഴിഞ്ഞ് ഇപ്പം ഞങ്ങൾ ഒറിജിനൽ വാൽമീകി രാമായണമാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്, അതിന്റെ ബാലകാണ്ഡം. അപ്പൊ സാറിന്റെ ക്ലാസ് സാറെടുക്കുന്ന ദിവസം ഞങ്ങൾ മാറിയും തിരിഞ്ഞൊക്കെയാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പൊ ആ സാറിന്റെ ക്ലാസ് ഒരു അനുഭവം തന്നെയാണ്, സാറിന്റെ ഒരു അവതരണം. അപ്പൊ എന്തുകൊണ്ടും ശ്രീനാരായണ ഗുരുവിന്റെ അറിവ് പറഞ്ഞു തരുന്നതിന് ഏറ്റവും ഉചിതനായ ഒരു വ്യക്തിയെ തന്നെയാണ് പ്രസന്നൻ കണ്ടെത്തിയിട്ടുള്ളത്. അതുപോലെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, നല്ല ശ്രോതാക്കളായ ശിഷ്യരെയാണ് സാറിന് കിട്ടിയിട്ടുള്ളത്. നല്ല ശ്രോതാക്കളാണ് ഇതിലുള്ളത്. ഉഷ ടീച്ചറിന്റെ ക്ലാസ്സിലൂടെ വേദാന്ത ദർശനത്തിന്റെ സത്ത ഏറെക്കുറെ ഗ്രഹിച്ചവരാണ്, മനസ്സിലാക്കിയവരാണ്. അധികാര ലക്ഷണമാണെങ്കിലും ശമാദികള്, ശ്രവണമന്നാദികള്, ഇവയെ കുറിച്ചൊക്കെ ഇതെല്ലാം എന്താണെന്ന് ഏകദേശം
ധാരിച്ചവരാണ് ശ്രോതാക്കൾ. എങ്കിലും ഈ ശ്രീനാരായണ ഗുരുവിന്റെ അറിവെന്ന കൃതിയാണല്ലോ സാർ എടുക്കുന്നത്. അപ്പൊ അറിവ് മറ്റു ഭാഷകളുടെ ഒന്നും കലർപ്പില്ലാത്ത പച്ച മലയാളത്തിലാണ് രചിച്ചിട്ടുള്ളത്. 15 ശ്ലോകങ്ങളേ ഉള്ളൂ. അപ്പൊ മലയാളമായതുകൊണ്ട് എളുപ്പമായിരിക്കാം എന്ന് ധരിക്കണ്ട. വളരെ ഗഹനമായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു കൃതിയാണ്. ഗുരുവിന്റെ ഒട്ടുമിക്ക കൃതികളിലും അറിവെന്ന ആശയത്തെ തന്നെ അറിവെന്ന ആശയത്തെ തന്നെ പ്രതിപാദിക്കുന്ന മറ്റു പല കൃതികളും ഉണ്ട്. എല്ലാ കൃതികളിലും, സ്തോത്രകൃതികളിലാണേലും ആത്മോപദേശ ശതകം, ജനനീ നവരത്നമഞ്ജരി, ലഘുകൃതിയായ ദൈവദശകം, സ്വാനുഭവഗീതി, അദ്വൈത ദീപിക തുടങ്ങിയ കൃതികളിലെല്ലാം തന്നെ ഈ അറിവെന്ന ആശയത്തെ അദ്ദേഹം സമഗ്രമായി പ്രതിപാദിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആത്മോപദേശ ശതകത്തിൽ എനിക്ക് തോന്നുന്ന ഒരു 50 തവണ അറിവെന്ന പദം തന്നെ പ്രയോഗിച്ചിട്ടുണ്ട്. അതിലും ആ അറിവിന്റെ ആശയമുണ്ട്. എങ്കിലും ആ അറിവിന്റെ പ്രാധാന്യത്തെ വ്യക്തമാക്കാനാകാം, അല്ലെങ്കിൽ ആ അറിവെന്ന ആശയമാണ് സമൂഹത്തിൽ മുഴുവൻ, അല്ലെ സമൂഹത്തിലെ ഭൗതികവും ആധ്യാത്മികവുമായ അഭ്യുദയത്തിനാണേലും നിശ്രേയസത്തിനാണേലും ജനത്തിന് വേണ്ടത് എന്ന് ഉൾക്കൊണ്ടുകൊണ്ടാകാം അദ്ദേഹം അതിന് ആ അറിവെന്ന പേരിൽ തന്നെ ഒരു കൃതി വീണ്ടും രചിക്കപ്പെട്ടത്. അതിലേക്ക് ഞാൻ കൂടുതൽ പോകുന്നില്ല, കാരണം അതൊക്കെ സാറ് ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. എങ്കിലും ഇവിടെ ഇപ്പൊ ഈ ശിഷ്യരെയും ഗുരുവിനെയും പറഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന് ആത്മോപദേശ ശതകത്തിലെ ആദ്യത്തെ ശ്ലോകമാണ് ഓർമ്മ വരിക. അറിവിലും ഏറിയറിഞ്ഞിടുന്നവൻ തന്നുരുവിലും ഒത്തുപുറത്തുമുജ്വലിക്കും, കരുവിനു കണ്ണുകൾ 5 മുള്ളടക്കി തെരുതര വീണു വണങ്ങിയോതിടേണം എന്ന്. അപ്പൊ ആ ആദ്യത്തെ 2 വരി, അറിവിലും ഏറിയറിഞ്ഞിടുന്നവൻ തന്നുരുവിലും ഒത്തുപുറത്തും ഉജ്വലിക്കും. അപ്പൊ അറിവിലും ഏറിയറിഞ്ഞിടുന്നവൻ. അപ്പൊ അറിവ് എന്നുള്ളത് കൊണ്ട് നമ്മൾ സാധാരണ വിഷയങ്ങളിൽ നിന്നൊക്കെ സാമാന്യമായിക്കൊണ്ട് വിഷയങ്ങളെ കുറിച്ചുള്ളതായ നമുക്ക് കിട്ടുന്നതായ അറിവ്, അങ്ങനെ കിട്ടുന്ന ഓരോ അറിവുകൾക്കും ഒരു ആധാരമായി മറ്റൊരറിവുണ്ട്. അല്ലെങ്കിൽ ലോകത്ത് ശാശ്വതമായ സത്യം അറിവൊന്നു മാത്രമാണ് എന്നാണ് ഗുരു തന്റെ കൃതികളിലൂടെയൊക്കെ സമർത്ഥിക്കുന്നത്. അപ്പൊ ഇവിടെ അറിവിലും ഏറിയറിഞ്ഞിടുന്നവൻ, അതാ പദ്യത്തിന്റെ അർത്ഥത്തിലല്ല ഇവിടെ ഞാൻ. അപ്പൊ എന്താണ്, നമുക്കൊരു അറിവ് പകർന്നു തരണമെങ്കിൽ ആ പകർന്നു തരുന്ന ആൾ ആ അറിവിൽ പൂർണ്ണമായും ഏറെക്കുറെ അറിവ് ഗ്രഹിച്ച ഒരാൾക്കേ പറഞ്ഞു തരാൻ കഴിയൂ. അപ്പൊ ഇവിടെ അറിവിലും ഏറിയറിഞ്ഞിടുന്നവൻ എന്താണ്, അകത്തും പുറത്തും ഒരുപോലെ പ്രകാശിക്കുന്ന, പ്രോജ്വലിക്കുന്ന, അപ്പൊ അത്തരത്തിലുള്ള ആളാണ് ഗുരു. അതുപോലെ തന്നെ ഈ അറിവെന്ന് പറയുന്ന, അല്ലെങ്കിൽ നമുക്കൊരു ശ്രോതാക്കളുണ്ട് എന്ന് പറയുമ്പോൾ അത് കേവലം ശ്രോതാക്കളായാൽ പോരാ, മനനപൂർവകമായ ശ്രവണമാണ് ഈ കൃതി ഗ്രഹിക്കാൻ വേണ്ടുന്നത്. അപ്പൊ അതാണ് കരുവിന് കണ്ണുകൾ 5 മുള്ളടക്കി തെരുതര വീണു വണങ്ങിയോതിടണം. അപ്പൊ നമ്മളെന്താ, നമ്മുടെ കണ്ണ്, കാത്, മൂക്ക് തുടങ്ങിയ ഇന്ദ്രിയങ്ങളെയൊക്കെ സംയമനം ചെയ്തുകൊണ്ട്, നിയന്ത്രിച്ചുകൊണ്ട്, വീണ്ടും വീണ്ടും പ്രണമിച്ചുകൊണ്ട് ഓതിടയണം. അല്ല, ബോധം ഉറയ്ക്കുന്നത് വരെ നമുക്ക് നാം എന്താണോ താല്പര്യത്തോടുകൂടി ഗ്രഹിക്കാനിരിക്കുന്നത്, അപ്പൊ അത് പൂർണ്ണമായും ആ ബോധം ഉറയ്ക്കുന്നത് വരെ ശ്രവണ മനനാദികളൊക്കെ ആവർത്തിക്കണമെന്നാണ്. ഒരു വിഷയം ഒരു തവണ കേട്ടത് കൊണ്ട് സഹൃശ്രവണം കൊണ്ട് കിട്ടുകയില്ല. സഹൃദം എന്ന് പറഞ്ഞാൽ ഏകവാരം, ഒരു പ്രാവശ്യം കേട്ടത് കൊണ്ടോ അല്ലെ 2ഓ 3ഓ തവണ കേട്ടത് കൊണ്ടോ നമുക്ക് ഈ ശ്ലോകത്തിന്റെ താല്പര്യം മനസ്സിലാക്കാൻ കഴിയില്ല. പിന്നെയോ എന്താണ്, ശ്രവണ മന്നാദികൾ അല്ലെങ്കിൽ അഭ്യാസ വൈരാഗ്യങ്ങളിലൂടെയൊക്കെ എപ്പോഴാണോ പ്രജ്ഞ പ്രതിഷ്ഠിതമാകുന്നത് അതുവരെ നാം ഇത് തുടർന്നുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ശ്രോതാക്കളാകണം എന്നാണ്. ഗീതയിൽ പറയുമല്ലോ, എന്താ, ഗീതയിൽ ഒരു ശ്ലോകം ഉണ്ട്, യഥാ സംഹരതേ ചായം കൂർമോങ്കാനീവ സർവശഃ ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥേഭ്യസ്തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. അപ്പൊ ഈ ആമ എപ്രകാരമാണോ അതിന്റെ അവയവങ്ങളൊക്കെ ഉള്ളിലേക്ക് വലിക്കുന്നത്, അതുപോലെ നാം നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെയൊക്കെ അടക്കി എപ്പോഴാണോ
ഇന്ദ്രിയാണി വിഷയങ്ങളിൽ നിന്നൊക്കെ പിൻവാങ്ങിക്കൊണ്ട് നിർത്തുന്നത്. അപ്പോൾ മാത്രമേ നമ്മുടെ പ്രജ്ഞ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നിലിരിക്കുമ്പോൾ അതിൽ പൂർണ്ണമായും ഏകാഗ്രമായിരുന്നാൽ മാത്രമേ നമുക്കതിന്റെ ആശയം ഗ്രഹിക്കാൻ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ എന്താണോ നമ്മുടെ ലക്ഷ്യം അതിലെത്താൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അത്തരത്തില് ഉള്ള ഒരു അധ്യാപകനും കുറെ ശിഷ്യരുമാണ് ഇവിടെ ചേർന്നിരിക്കുന്നത്. അതിനാൽ നല്ല ശ്രോതാക്കളാകുക എന്ന് പറയാൻ വേണ്ടിയാണ്. നമുക്ക് നല്ല ശ്രോതാക്കളാകാൻ ശ്രമിക്കാം ആണ്. അപ്പൊ അതുപോലെ ഒരു പോയിന്റ് കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിച്ചേക്കാം. അപ്പൊ ഈ അറിവ് എന്ന് പറയുന്നത് ഇപ്പൊ ശങ്കരാചാര്യരുടെ അദ്വൈത ദർശനത്തെ തന്നെ, ആ അദ്വൈത ദർശനം തന്നെയാണ്, ദർശനത്തിന്റെ തത്വങ്ങളെ തന്നെയാണ് ഈ അറിവില് പ്രതിപാദിക്കുന്നത്. ഇപ്പൊ ഇവിടെ ഈ അറിവ് ജ്ഞാനാദേവതു കൈവല്യം എന്നാണല്ലോ ദർശനത്തിന്റെ സത്ത. ജ്ഞാനം ഒന്നിലൂടെ മാത്രമാണ്. നമുക്ക് ലൗകിക ജീവിതത്തിലുള്ള അഭ്യുദയമാണെങ്കിലും ആധ്യാത്മീയ തലത്തില് കൈവല്യമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ രണ്ടിനും നമുക്ക് വേണ്ടുന്നത് അറിവ് തന്നെയാണ്. അറിവില്ലാത്ത മനുഷ്യനെയാണ് എന്നും എപ്പോഴും ചൂഷണത്തിന് വിധേയമാക്കുക അതുകൊണ്ടാണ് ചട്ടമ്പിസ്വാമികളും ശ്രീനാരായണ ഗുരുവും ഒക്കെ നമ്മൾ ആ ഒരു കാലത്തെ മാറ്റി ഇന്നത്തെ വ്യവസ്ഥയിലേക്ക്. ഞാൻ ചോദിക്കും, നമുക്ക് ഇന്നും അങ്ങനെ പൂർണ്ണമായും എവിടെയെങ്കിലും ഒക്കെ അതിന്റെ ആ ഒരു പഴയ ഒരു ഇത് ഇപ്പോഴും ഉണ്ടോ എന്ന് നമുക്ക് ചിലപ്പോഴെങ്കിലും സംശയം തോന്നുന്ന സംഭവങ്ങൾ നമ്മൾ പലപ്പോഴും കാണുന്നുണ്ട്. ഇതപ്പോട്ട് അപ്പൊ ഈ അറിവ് എന്നിവിടെ അദ്ദേഹം അറിവ് ഒന്ന് മാത്രമാണ് സത്യം പറയുമ്പോ ബ്രഹ്മം ഒന്ന് മാത്രമാണ് സത്യം എന്നാണ് നമ്മൾ അദ്വൈത ദർശനത്തിന്റെ. അപ്പൊ ആ ബ്രഹ്മം എന്ന പദത്തിന് ഗുരു ഉപയോഗിക്കുന്നത് അറിവ്, പൊരുള്, ദൈവം, തമ്പുരാൻ, ഈശ്വരൻ എന്നൊക്കെയാണ്. ബോധം എന്ന പദം. അപ്പൊ ഒരുപക്ഷെ അങ്ങനെ പല പദങ്ങൾ ഇവിടെ തമ്പുരാൻ, ദൈവം എന്നൊക്കെ ദൈവദശകത്തിലൊക്കെ തമ്പുരാൻ, ദൈവം എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഈ അധികാരി ഭേദം സാമാന്യ ജനങ്ങള്, സാധാരണ ജനങ്ങള്, സൂക്ഷ്മ, മന്ദ, ഉത്തമ അധികാരി ഭേദം ഉണ്ടല്ലോ. അപ്പൊ ആ അധികാരി ഭേദത്തെ മുൻനിർത്തിയാകാം ഇങ്ങനെയുള്ള പദങ്ങൾ അദ്ദേഹം സ്തോത്രകൃതികളിലൂടെയും ദാർശനികൃതികളിലൂടെയും ഒക്കെ പ്രയോഗിച്ചിട്ടുള്ളത് എന്ന് തോന്നുന്നു. ഞാൻ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. സുരേഷ് സാറിനെ പരിചയപ്പെടുത്തുക എന്നുള്ളതായിരുന്നു. അപ്പൊ നമുക്ക് സാറിന്റെ ക്ലാസ്സുകൾ ശ്രവിക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഇതിന്റെ സംഘാടകർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിക്കും. വളരെയേറെ സന്തോഷം ശോഭന ടീച്ചർ. വളരെ വിവരണാത്മകമായ ഒരു ഇൻട്രൊഡക്ഷൻ നമുക്ക് ലഭിച്ചു. സാറിനെ കുറിച്ചും ഏകദേശം കൃതിയെക്കുറിച്ചും എങ്ങനെയുള്ള ശ്രോതാക്കളായിരിക്കണം എന്നുള്ളതിനെ കുറിച്ചെല്ലാം തന്നെ നമുക്ക് വളരെ ആദരപൂർവ്വം ഇന്നത്തെ പ്രഭാഷകൻ ഡോക്ടർ സുരേഷ് കുമാറിനെ നമുക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. മധ്യം സുമധ്യോത്തമാഭ്യാം അനന്താരമാഭ്യാം ഉപാശ്രീയമാണം അനന്തർഹിതം നിർമ്മലജ്ഞാനഭാജാം അനന്താഹിഷായിന്നകം ത്വാമുപാസേ. ഏവർക്കും സാദര നമസ്കാരം. എന്നെക്കുറിച്ച് ഇവിടെ പറഞ്ഞ നല്ല വാക്കുകൾക്ക് നന്ദി. ഇവിടെ വളരെ വിജ്ഞന്മാരായിരിക്കുന്ന അധ്യാത്മ വിഷയത്തിൻ്റെ എല്ലാ മേഖലയിലും നല്ലവണ്ണം പ്രാവീണ്യം സിദ്ധിച്ചിട്ടുള്ള, നിരന്തര അഭ്യാസം കൊണ്ട് ഹൃദയ നൈർമല്യം സിദ്ധിച്ചിട്ടുള്ള ഒരു വിദ്വത് സദസ്സിനെയാണ് അഭിമുഖീകരിക്കേണ്ടി വരുന്നത് എന്ന് ഞാൻ അറിഞ്ഞില്ല. എന്നെ മുഖ്യമായിട്ടും പ്രധാനമായും ഇതിലേക്ക് പ്രേരിപ്പിച്ചത് ഒരു ഘടകം പ്രസന്നൻ സാറും ഗീതാമണി ടീച്ചറും പലപ്പോഴും വീട്ടിൽ വരാറുണ്ട്. ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ നാരായണീയ കൂട്ടായ്മയുണ്ട്. അപ്പോ സാറ് പലപ്പോഴും ഈ അടുത്ത സമയങ്ങളിൽ കുറച്ചു കാലം കൊണ്ട് വീട്ടിൽ വരുമ്പോൾ പുതിയ പുസ്തകങ്ങൾ കൊണ്ടുവരുന്നു. അപ്പൊ ഈ പുതിയ പുസ്തകങ്ങൾ കൊണ്ടുവരുന്നത് ഞാൻ നോക്കുമ്പോൾ ബ്രഹ്മശ്രീ നീലകണ്ഠ തീർത്ഥപാദ സ്വാമികളുടെ പുസ്തകങ്ങളാണ്. അപ്രകാശിതങ്ങളായ പുസ്തകങ്ങളെ പ്രകാശിതങ്ങളാക്കി വളരെ മനോഹരമായ പ്രിന്റ് ചെയ്ത് കൊണ്ടുവരികയാണ്. അത് സൗജന്യമായിട്ട് നൽകുകയാണ്, വീട്ടിലെത്തി നൽകുകയാണ്. അപ്പൊ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ചോദിച്ചപ്പോൾ ഇതൊരു മിഷനായിട്ട് എടുത്തിട്ടുള്ള
ആത്മസമർപ്പണ ചെയ്തിട്ടുള്ള മഹത് ജനങ്ങളുടെ ഒരു കൂട്ടായ്മ ഇതിൻ്റെ പിന്നിലുണ്ടെന്നും അവരുടെ കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് വളരെയധികം യത്നം ആവശ്യമുള്ള ഈ ഒരു പ്രക്രിയ നടക്കുന്നതെന്നും മനസ്സിലാക്കി. അത്തരത്തിലൊരു കൂട്ടായ്മ ഇവിടെ ഇപ്പോൾ KHNAയുടെയും SNDSCT ശ്രീ നീലകണ്ഠ തീർത്ഥപാദ സ്വാമി ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെയും ആഭിമുഖ്യത്തിലാണ് ഈ ഒരു പ്രക്രിയ നടക്കുന്നതെന്ന് മനസ്സിലാക്കി. അപ്പോൾ ഞാൻ എൻ്റെ വ്യക്തിപരമായ കാര്യം പറഞ്ഞാൽ വേദാന്തമൊക്കെ കുറച്ച് പഠിച്ചിട്ടുണ്ടെങ്കിലും അധ്യാപകനായിരുന്നെങ്കിലും ഞാൻ നാരായണ ഗുരുവിനെ കുറിച്ചോ അദ്ദേഹത്തിൻ്റെ കൃതികളെക്കുറിച്ചോ ആഴത്തിൽ പഠിച്ചിട്ടുള്ള ഒരാളല്ല. പക്ഷേ സാറ് ഈ ഒരു നിർദ്ദേശം എൻ്റെ മുന്നിൽ വെച്ചപ്പോൾ ഞാനൊന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഈ പ്രായത്തിലും എത്ര ഊർജ്ജസ്വലതയോട് സാറും ടീച്ചറും ഒക്കെ പ്രവർത്തിക്കുന്നു, എത്രമാത്രം ഒരു തരത്തിലുള്ള ഒരു ആധ്യാത്മിക പ്രവർത്തനം, അതുപോലെ ഒരു സാമൂഹ്യ പ്രവർത്തനം, മനുഷ്യ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന അത്തരത്തിലുള്ള ഒരു മഹാത്മാവിൻ്റെ ഒരു ആവശ്യത്തെ നിരസിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അതാണ് മുഖ്യമായിട്ടും സാറിനോട് നോ പറയാൻ കഴിയാത്ത ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ ഇതിലേക്ക് ഇതാകുന്നത്. ഈ കുടുംബപരമായ കുറച്ച് കാര്യങ്ങളാൽ ഞാൻ സാംസ്കാരികമായ ബന്ധനങ്ങളിലായതുകൊണ്ട് സമയച്ചുരുക്കമുണ്ട്. അതാണ് മുഖ്യമായിട്ടും എന്നെ പിന്നോട്ട് വലിച്ചത്. പക്ഷേ സാറിനോട് ആ ഒരു വാക്ക് പറഞ്ഞപ്പോൾ അതിൻ്റെ ഒരു ഗൗരവം, ഇത്ര മാത്രം ഒരു ഗൗരവം അതിനുണ്ടെന്ന് എനിക്ക് മനസ്സിലായില്ലായിരുന്നു. ഇപ്പോൾ എനിക്ക് സംസാരിക്കേണ്ടി വരുന്നത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ മേഖലയിൽ വളരെയധികം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, നിരന്തരം ആധ്യാത്മിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന, അതേസമയം അക്കാഡമിക്കായിട്ട് വളരെ ഉന്നത നിലവാരം പുലർത്തുന്ന ഒരു വിദ്വത് സദസ്സിനോടാണ്. അപ്പോൾ അതെനിക്ക് കുറച്ചൊരു ക്രാസം ഉണ്ടാക്കുന്നുണ്ട്. എങ്കിലും ഈ ഒരു കൃതിയെ ഞാൻ ആഴത്തിൽ പഠിച്ചിട്ടുള്ള ഒരാളൊന്നുമല്ല. പക്ഷേ ഇത് പഠിക്കാനുള്ള ഒരു അവസരമായി ഞാൻ എടുക്കുകയാണ്, ഒരു ചലഞ്ച് പോലെ ഞാൻ എടുക്കുകയാണ്. എന്നാൽ കഴിയുന്നവണ്ണം ഞാനതിൽ പ്രവർത്തിക്കും. പക്ഷെ ഇന്ന് ടീച്ചർ പറഞ്ഞതുപോലെ നമ്മൾ ഗുരുവിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ, അതായത് ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ കൃതിയിലേക്ക് കടക്കുന്നതിന് മുമ്പ്, ഗ്രന്ഥത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഗ്രന്ഥകർത്താവിനെ കുറിച്ച് ഒന്ന് പരിചയപ്പെടണം. അദ്ദേഹം സുപരിചിതനാണ്, പ്രഖ്യാതനാണ്, ഒക്കെ ശരിയാണ്. പക്ഷേ എങ്കിലും ഒരു അതിൻ്റെ ഒരു ഔപചാരികം എന്ന നിലയ്ക്ക് ഒരു കൃതിയിലേക്ക് കിടക്കുമ്പോൾ ആ ഗ്രന്ഥത്തിൻ്റെ സൃഷ്ടാവിനോട് ചെയ്യുന്ന ഒരു ആദരവ് പോലെ അദ്ദേഹത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ സൂചിപ്പിക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. കാരണം ഈ ശ്രീനാരായണ ഗുരു മാത്രമല്ല, ഇവിടെ ചട്ടമ്പിസ്വാമികളെ കുറിച്ച് വളരെ ഗഹനമായ 50-ലധികം പ്രഭാഷണങ്ങൾ നടത്തി. അതാണ് ഞാൻ ലാസ്റ്റിൽ എനിക്ക് കൊണ്ടുവന്ന പുസ്തകം. അതാണ് മഹാഗുരു വർഷ പ്രഭാഷണ പരമ്പരയുടെ പ്രിന്റ് ചെയ്ത രൂപം വളരെ മനോഹരമായി അച്ചടിച്ച് സാറ് കൊണ്ടു തന്നു. ഞാൻ അതിലൂടെ കടന്നു നോക്കിയപ്പോൾ എത്ര ആഴത്തിലാണ്, എത്ര ഈടുറ്റ ലേഖനങ്ങളാണ്, പ്രബന്ധങ്ങളാണ് അതിലിരിക്കുന്നത്, അതിൽ ഉൾക്കൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. വളരെ നല്ലൊരു സേവനമാണ് ഈ കൂട്ടായ്മ ചെയ്യുന്നത്. അതിനോട് സഹകരിക്കുന്നതിലോ അതിനോട് ചേർന്ന് നിൽക്കുന്നതിലോ അതിൽ സംസാരിക്കുവാൻ അവസരം കിട്ടുന്നതിലും ഏറെ സന്തോഷമുണ്ട്. ആ സന്തോഷം ഞാൻ പ്രകടിപ്പിക്കുകയാണ്. ഇവിടെ നമ്മളുടെ പഠനീയമായിരിക്കുന്ന ഈ കൃതിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഈ ഗ്രന്ഥത്തിന്റെ കർത്താവായിരിക്കുന്ന ശ്രീനാരായണ ഗുരു വിഖ്യാതനാണ്. വളരെയധികം പഠനത്തിനും നിരൂപണത്തിനും ഒരുവരെ പല വിമർശനങ്ങൾക്കും, വിശിഷ്യ ആധുനിക കാലത്തെ പുനർവായനകളിലെ വളരെയധികം വിമർശനങ്ങൾക്ക് വിധേയനായിക്കൊണ്ടിരിക്കുന്ന, എന്നാൽ അതേസമയം ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ആരാധ്യനും നായകനുമായിരിക്കുന്ന ശ്രീനാരായണ ഗുരു. ഇപ്പോൾ ഈ 2 ദിവസം മുമ്പ് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ, അതായത് ഗാന്ധിജിയുമായുള്ള അദ്ദേഹത്തിൻ്റെ കൂടിക്കാഴ്ച, ഗുരു ഗാന്ധിജി സമാഗമത്തിൻ്റെ 1925 നടന്ന സംഭവമാണ്. 100 വർഷം പിന്നിടുകയാണ്. അതിൻ്റെ ശതാബ്ദി ആഘോഷങ്ങൾ അതിൻ്റെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ഡൽഹിയിലെ വിജ്ഞാന ഭവനിലാണ്. നമ്മുടെ ആദരണീയനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആണ് അത് ഉദ്ഘാടനം ചെയ്തത്. അത് ഉദ്ഘാടന വേളയിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ വിഖ്യാതമായ ഒരു മുദ്രാവാക്യമാണ് സബ്കാ സാത്ത് സബ്കാ വികാസ്, എല്ലാവരുടെയും ഒപ്പം, എല്ലാവരോടുമൊപ്പം, എല്ലാവരുടെയും ക്ഷേമം എന്ന മഹത്തായ ആ മുദ്രാവാക്യത്തിന്റെ പ്രേരകമായി വർത്തിച്ചത് ശ്രീനാരായണ ഗുരുവാണ്. അദ്ദേഹത്തിന്റെ ഉപദേശങ്ങളാണെന്ന് പറയുകയുണ്ടായി. അപ്പോൾ വർത്തമാനകാലത്ത് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന, സജീവമായി
നമ്മുടെ ഹൃദയങ്ങളിൽ ഇടം പിടിച്ചിട്ടുള്ള ഗുരുവിൻ്റെ ഒരു കൃതിയെ തന്നെ ഇവിടെ നമ്മൾ ചിന്തയ്ക്ക് വിഷയമാക്കുന്നു എന്നത് ശ്ലാഘ്യമായ ഒരു കാര്യമാണ്. ഞാൻ അതിനോട് ബന്ധപ്പെട്ട് 1-2 കാര്യങ്ങൾ മാത്രം പറയുവാനാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പോ അടിസ്ഥാനപരമായി ഏകദേശം 50-ലധികം PhD പ്രബന്ധങ്ങൾ ഇത്രമാത്രം പഠനത്തിനും നിരൂപണത്തിനും വിധേയമായിട്ടുള്ള ഒരു മലയാളിയില്ല എന്ന് തന്നെ പറയാം. 50-ലധികം PhD പ്രബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, ഒരു PhD പ്രബന്ധം അതിന്റെ കെട്ടും മട്ടും അതിന്റെ ഉള്ളടക്കവും ഒക്കെ ഒരു നിയതമായ നിലവാരം പുലർത്തേണ്ടതാണ്. അപ്പൊ എത്ര ആഴത്തിൽ ഏതെല്ലാം വീക്ഷണങ്ങളിലൂടെ ഏതെല്ലാം തലങ്ങളിലൂടെ ഗുരു പഠിക്കപ്പെട്ടിരിക്കുന്നു. ഏറ്റവും അധികം ജീവചരിത്രങ്ങൾ മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ളത് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചാണ്. അപ്പൊ എഴുതിയിട്ടും തീരാത്തത് കൊണ്ട് അന്ന് ഒരു വായനക്കാരന് തോന്നുമ്പോഴാണ് അതുവരെയുള്ള എന്താ പറയുന്ന ജീവചരിത്രങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോൾ ഇത് പോരാ, മറ്റു ചിലത് കൂടി പറയാനുണ്ടെന്ന് തോന്നിയിട്ടാണ് മറ്റൊരാൾ എഴുതാൻ തുടങ്ങുന്നത്. പഠനങ്ങളും അങ്ങനെ തന്നെ. ഈ മേഖലയെ അദ്ദേഹത്തെക്കുറിച്ച് ഈ മേഖലയിൽ പഠിക്കപ്പെട്ടിട്ടില്ല എന്നൊരു വിദ്യാർത്ഥിക്ക് തോന്നുമ്പോഴാണ് ആ ഒരു ഗവേഷണ വിഷയമെടുക്കുന്നത്. ഇങ്ങനെ നിരന്തരമായ പഠനത്തിനും മനനത്തിനും നിരൂപണത്തിനും വിധേയമായി കൊണ്ടിരിക്കുന്ന നമ്മുടെ ഹൃദയങ്ങളിൽ സജീവ സാന്നിധ്യമായി ഒരു നൂറ്റാണ്ടിന് ശേഷവും വർത്തിക്കുന്ന മഹാത്മാവായ ഗുരുവിന്റെ ഒരു കൃതിയെ തന്നെ നമ്മളിവിടെ അതിന്റെ ഏറ്റവും ആ കൃതിയെക്കുറിച്ച് ആദരണീയനായ ഗോപിനാഥ പിള്ള സാറും ശോഭ ടീച്ചറും ഒക്കെ പറയുകയുണ്ടായി. അപ്പോൾ അങ്ങനെ ഒരു കൃതിയെ തന്നെ നമ്മളിവിടെ മനനവിധേയമാക്കുന്നു എന്നത് സന്തോഷമുള്ള കാര്യമാണ്. ഈ ഗ്രന്ഥകർത്തൃത്വത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിങ്ങനെ പ്രഭാഷണമൊന്നും നടത്തുന്നയാളല്ല, എൻ്റെ വാക്കുകൾക്കൊക്കെ ഇടച്ച വരും, ക്ഷമിക്കുക. അപ്പോ ഈ ഒരു ഇദ്ദേഹത്തിന്, അതായത് ഈ ഒരു ഗുരുവിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അടിസ്ഥാനപരമായ ചോദ്യം ചോദിച്ചാൽ ആരാണ് ശ്രീനാരായണ ഗുരു, അല്ലെങ്കിൽ ആരായിരുന്നു ശ്രീനാരായണ ഗുരു എന്ന് ചോദിച്ചാൽ ഉത്തരങ്ങളുടെ ഒരു മലവെള്ളപ്പാച്ചിൽ പോലെയാണ്. കാരണം ഈ ബഹുവീക്ഷണങ്ങളിലൂടെ അനേക വീക്ഷണങ്ങളിലൂടെ ഗുരുവിനെ നിരൂപണത്തിന് വിധേയമാക്കിയിരിക്കുന്നു, വിമർശനത്തിന് വിധേയമാക്കിയിരിക്കുന്നു, പഠനത്തിന് വിധേയമാക്കിയിരിക്കുന്നു എന്നുള്ളതിനാൽ ഈ എന്താണ് പറയുക, അദ്ദേഹത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, അദ്ദേഹത്തെക്കുറിച്ച് വരുന്ന എന്താണ് പറയുക അഭിപ്രായങ്ങൾ വ്യത്യസ്തങ്ങളായ മാനങ്ങളിലുള്ളവയാണ്. അത് പറയപ്പെടുന്ന ആളിൻ്റെ താല്പര്യങ്ങൾ കൂടി ഇടകലർന്നാണ് അവ വരുന്നത്. അതുപോലെ നോക്കുന്നതായ ആ വീക്ഷണകോണിന്റെ വൈജാത്യവും പറയുന്ന ആളിന്റെ താല്പര്യവും ഇടകലർന്നിട്ട് വ്യത്യസ്തമായ നിരീക്ഷണങ്ങളാണ് ഗുരുവിനെ കുറിച്ച് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ നമുക്ക് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കാര്യം, നമുക്ക് ഒരു പൂവിനെ എടുത്തു കഴിഞ്ഞാൽ, ഒരു മനോഹരമായ ഒരു പനിനീർ പൂവിനെ എടുത്തു കഴിഞ്ഞാൽ അതെന്താണ് എന്ന് ചോദിച്ചാൽ എങ്ങനെയൊക്കെ ഉത്തരം പറയാം. ഏറ്റവും ലളിതമായ ഒരു ദൃഷ്ടാന്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പൂജാരിയെ സംബന്ധിച്ചിടത്തോളം ആണ് ഈ മഹേഷ പൂജ ചെയ്യുവാനുള്ള ഒരു പൂജാദ്രവ്യമാണ്. ഒരു യുവതിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുടിയ ഇടകളിൽ അണിയാനുള്ള ഒരലങ്കാര വസ്തുവാണ്. അതേപോലെ തന്നെ ഒരു സസ്യശാസ്ത്രജ്ഞനെ സംബന്ധിച്ചിടത്തോളം അത് കായുടെ അല്ലെങ്കിൽ ഫലത്തിന്റെ ഒരു പൂർവ്വരൂപമോ ഒരു അസംസ്കൃതമായിരിക്കുന്ന തലമോ ആണ്. ഒരു കവിയെ കൽപ്പനാ കുബേരനായ ഒരു കവിയെ സംബന്ധിച്ചിടത്തോളം അത് തൻ്റെ കവിതയ്ക്കുള്ള ഒരു വർണ്ണ്യവസ്തുവാണ്. ഇങ്ങനെ നാനാപ്രകാരത്തിൽ പൂക്കടക്കാരൻ എടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് അതൊരു വിൽപ്പനച്ചരക്കാണ്. ഇങ്ങനെ ഒരൊറ്റ വസ്തുവിനെ തന്നെ നാനാപ്രകാരത്തിൽ ഉല്ലേഖിക്കുന്നത് പോലെ നമ്മൾ പറയുമല്ലോ, ഉല്ലേഖം ഒന്നിനെ തന്നെ പലതായി നിലയ്ക്കുകിൽ കാമനൻ നിവന സ്ത്രീകൾ കാലനെന്നോർത്ത് വൈരികൾ എന്ന് പറയുന്ന ഒരു ഉല്ലേഖാലങ്കാരമായി ആധുനിക കാലത്ത് ഒരു മാറിയിരിക്കുന്നു. കാരണം പറയുന്ന ആളിന്റെ താല്പര്യത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കാവുന്ന തരത്തിൽ, എന്നാൽ അദ്ദേഹത്തെക്കുറിച്ച് പറയേണ്ടിയിരിക്കുന്ന തരത്തിൽ സാമൂഹ്യ പ്രസക്തിയും ആധ്യാത്മിക പ്രസക്തിയും ഒരേ തലത്തിൽ നിലനിർത്തുകയും അതേസമയം തന്നെ വീക്ഷണകോണമനുസരിച്ച് വ്യത്യസ്തമായി നിരൂപിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു അധ്യാത്മ പുരുഷനായി വർത്തമാന കാലത്തിൽ ഗുരു നിൽക്കുകയാണ്. അങ്ങനെയുള്ള ഒരു മഹാനുഭാവന്റെ, എന്നാൽ ഈ സാമൂഹ്യമായ തലങ്ങളെക്കുറിച്ച് നേരിട്ട് പ്രതിപാദിക്കാത്ത, അദ്ദേഹത്തിന്റെ ദർശനത്തിന്റെ കോറായിരിക്കുന്ന അദ്വൈതത്തിന്റെ അടിസ്ഥാന ശിലയായിരിക്കുന്ന ബോധത്തെക്കുറിച്ച് അല്ലെങ്കിൽ ബ്രഹ്മത്തെക്കുറിച്ച് ഏറ്റവും ചുരുക്കി ബ്രെവിറ്റി ഈസ് ദ പ്രൂഫ് ഓഫ് വിറ്റ് എന്നാണ് ചുരുക്കി പറയുന്നതാണ് തിഷണയുടെ തെളിവെന്ന് പറയും.
അപ്പൊ ഏറ്റവും ചുരുക്കി എങ്ങനെ പറയാം എന്നതിന്റെ ഉത്തമ നിദർശനമായിരിക്കുന്ന കൃതിയാണ് നമ്മളിവിടെ ചർച്ചാ വിഷയമായിരിക്കുന്ന അറിവെന്ന കൃതി. ആ പേരിന് കൊടുത്ത് ഞാൻ അതിലേക്ക് നമുക്ക് പിന്നെ പറയാം. ഞാൻ ഇന്ന് നമ്മൾ അദ്ദേഹത്തെ കുറിച്ച് 1-2 വാക്കുകൂടെ പറഞ്ഞുകൊള്ളട്ടെ. അതായത് ഈ പറഞ്ഞതുപോലെ ഈ ഒരു ഉല്ലേഖാലങ്കാരം പോലെ നിലകൊള്ളുന്നതായ ഗുരു, ആ ഗുരു ആരാണെന്ന് അടിസ്ഥാനപരമായ ചോദ്യം ചോദിച്ചാൽ ഇങ്ങനെ ഉത്തരങ്ങളുടെ വെള്ളപ്പാച്ചിൽ വരുമ്പോഴും ആ ഉത്തരങ്ങളെ നമുക്ക് ഏറ്റവും ചുരുങ്ങിയത് 2 തലത്തിലേക്ക് ക്രോഡീകരിക്കാൻ പറ്റും. ഒന്ന്, അദ്ദേഹം തികഞ്ഞ ഒരു അദ്വൈതിയും മഹാത്മാവായ ഒരു സന്യാസിയും ആർഷഭാരതത്തിന്റെ അഭിനവ പ്രകാശവുമായിരുന്നു എന്ന് ആധ്യാത്മികമായ ആ ഒരു തലത്തിൽ വിലയിരുത്തുവാനും, രണ്ടാമതായി അദ്ദേഹം ഒരു സാധാരണ രാഷ്ട്രീയക്കാർ പറയുന്നത് പോലെ അദ്ദേഹം ഒരു സമൂഹ പരിഷ്കർത്താവായിരുന്നു, അനാചാര വിധ്വംസനായിരുന്നു, ജനനേതാവായിരുന്നു. ഇങ്ങനെ ഈ 2 തലങ്ങളിലേക്ക് ഗുരുവിന്റെ ആകെയുള്ള സംഭാവനയെയും ജീവിതത്തെയും പ്രവർത്തനങ്ങളെയും സൃഷ്ടികളെയും നമുക്ക് ക്രോഡീകരിക്കാൻ കഴിയും. അപ്പൊ ഗുരു ഏറ്റവും പ്രകടമായി ഗുരുവിൽ കാണുന്നത് ജാതി നിഷേധമാണ്. നമുക്കറിയാം, ഹിന്ദുത്വത്തിന്റെ ഏറ്റവും ഉദാത്തമായ ഒരു സംസ്കൃതിയുടെ നേരവകാശികളും അതിന്റെ ഈറ്റില്ലവുമായി ഭാരതത്തെ പറയുമ്പോഴും, നേരവകാശികളാണ് നാമെന്ന് പറയുമ്പോഴും അതിൽ പ്രതിലോമമായ ഇരുട്ടും വെളിച്ചവും ഇളകലർന്നിരിക്കുന്നത് പോലെ അതിൽ പ്രതിലോമമായി പ്രവർത്തിച്ച ഒന്നാണ് ജാതീയത. അടിമത്തത്തിന്റെ മറ്റൊരു രൂപമായി. എന്നാൽ അടിമത്തത്തെക്കാൾ, അടിമത്തം ഒരു തരത്തിൽ ശാരീരികമായിരിക്കുന്ന ഒരു കൺഫൈൻമെന്റ് ആണെങ്കിൽ, ജാതി എന്ന് പറയുന്നത് മാനസികമായി ഒരുവന്റെ വൈയക്തിക തലത്തിന്റെ ഉള്ളിലേക്ക് കടന്ന് അവനെ മാനസികമായ അടിമത്തം, ശാരീരിക അടിമത്തത്തെക്കാൾ മാനസികമായ അടിമത്തമാണ് ഏറ്റവും രൂക്ഷമായിട്ടുള്ളത്. ഒരു മാനസിക അടിമത്തത്തിന്റെ ഏറ്റവും പ്രതിലോമപരമായ ഒരു ശക്തിയായി ജാതി പ്രവർത്തിച്ചിട്ടുണ്ട്. അത് എങ്ങനെ മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെയും അവന്റെ എല്ലാവിധത്തിലുള്ളതായ മനുഷ്യനെന്ന നിലയ്ക്കുള്ള അവന്റെ എല്ലാവിധത്തിലുള്ള എന്താ പറയുക ശക്തികളെയും പ്രകടിപ്പിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നത്, സമൂഹത്തിൽ പ്രവർത്തിക്കുന്നതും എങ്ങനെയെന്ന് മനസ്സിലാക്കിയിട്ട് തൻ്റെ മുഖ്യമായ പ്രവർത്തന മേഖല ജാതീയതയ്ക്കെതിരെയുള്ളതായ സമരമായി ഗുരു മാറ്റിയെടുക്കുകയുണ്ടായി. കാരണം ഇത്ര പ്രത്യക്ഷത്തിൽ നമ്മൾ നവോത്ഥാന നായകരെ നോക്കിയാൽ ഇത്ര പ്രത്യക്ഷത്തിൽ ജാതീയതയ്ക്കെതിരെ ആധ്യാത്മിക തലത്തിൽ നിന്നുകൊണ്ട് യുദ്ധം പ്രഖ്യാപിച്ച ഒരാളിനെ കാണാനില്ലെന്ന് പറയാം. അത്തരത്തിലാണ്. അപ്പോ സത്യത്തിൽ ഗുരു ജാതിയെയല്ല നിഷേധിച്ചത്, ജാതി ഭേദത്തെയാണ്. ഇപ്പൊ ജാതിയെക്കുറിച്ച് ഗുരു തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. ജാതി എന്ന് പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യത്വമാണ്. അതായത് മനുഷ്യത്വം, മനുഷ്യാണാം മനുഷ്യത്വം, ജാതിർഗോത്വം ഗവാം യഥാ ന ബ്രാഹ്മണാതിരസ്യൈവം ഹാ തത്വം വേത്തി ഗോപിതം. ജാതിമീമാംസയുടെ ആദ്യ ശ്ലോകത്തിൽ അദ്ദേഹം പറയുകയാണ്. അപ്പൊ അതിനകത്ത് ആ അവസാനത്തെ ഭാഗം, അതായത് 4ാമത്തെ പാദം എന്ന് പറയുന്നത് ഹാ തത്വം വേത്തി ഗോപിത. അപ്പൊ അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ വിഷാദമഗ്നമായ ഒരു വിലാപത്തിന്റെ, സത്യത്തെ മനസ്സിലാക്കാത്തത് കൊണ്ട് മനുഷ്യരാശിക്കുണ്ടാകുന്ന, സമൂഹത്തിനുണ്ടാകുന്ന ദുഃഖത്തിന്റെ ഒരു വിലാപശ്രുതി അതിനകത്തുനിന്ന് കേൾക്കാം. നമ്മളിപ്പോ മഹാഭാരതം എടുത്താൽ വ്യാസന്റെ ഒരു വിലാപമുണ്ട്, പ്രസിദ്ധമായ വിലാപം. മഹാഭാരതം മുഴുവൻ യഥോ ധർമ്മസ്തോ ജയ എന്നാണല്ലോ മഹാഭാരതത്തെ കുറിച്ച് പറയുന്നത്. അപ്പൊ ധർമ്മത്തിന്റെ ഉദ്ഗാനമായിരിക്കുന്ന മഹാഭാരതത്തിന്റെ കർത്താവായ വ്യാസനിൽ നിന്ന് നാം ഉയർന്നു കേട്ടതായ ഒരു വിലാപമുണ്ട്. പൂർത്തവാഹുർ വിരൗമ്യേഷ ന കശ്ചിത് ശൃണോതി മാം ധർമാദർത്ഥശ്ച കാമശ്ച സധർമ്മ കിംന സേവ്യതേ എന്ന് പറയുന്നത്. ധർമ്മത്തെക്കുറിച്ച്, അതിന്റെ നാനാപ്രകാരങ്ങളെക്കുറിച്ച്, ധർമാനുശീലനത്തിന്റെ, ധർമാനുപാലനത്തിന്റെ മഹത്വത്തെക്കുറിച്ച്, അത് ചെയ്യായികയാൽ എന്തൊക്കെ ദോഷങ്ങൾ വരുമെന്ന് ഉദ്ബോധനത്തിന്റെ മകുടോദാഹരണമായിരിക്കുന്ന മഹാഭാരതത്തിന്റെ കർത്താവിന് പോലും അവസാനം തലയിൽ കൈവച്ച് വിലപിക്കേണ്ടി വരുന്നു. ആ വ്യാസന്റെ വിലാപം നമ്മുടെ ആധ്യാത്മിക ലോകത്ത് ആണ് ഉയർന്നു കേൾക്കുന്ന ഒരു വിലാപമാണ്. അതേപോലെ ആധുനിക കാലത്ത് ഈ ജാതീയത വിധ്വംസാത്മകതയെ കണ്ടിട്ട് നാം ഗുരുവിൽ നിന്ന് കേൾക്കുന്ന ഒരു വിലാപമാണ് ഈ എന്താണ് ജാതി മീമാംസയുടെ തുടക്കത്തിലെ ആ ശ്രുതിയിൽ കേൾക്കുന്നത്. ഹാ തത്വം വേത്തി ഗോപിനം. മനുഷ്യത്വമാണ് ജാതി എന്നിരിക്കെ
അത് മനസ്സിലാക്കായിക കൊണ്ട് മനുഷ്യന് വരുന്നതായ ദുഃഖം എത്ര തീവ്രമാണെന്ന ആധ്യാത്മിക ബോധത്തിൽ നിന്ന്, അദ്വൈത ബോധത്തിൽ നിന്ന് ഗുരുവിൽ നിന്ന് ഉയർന്നു കേൾക്കുന്ന ഒരു വിലാപമാണത്. അതങ്ങനെ. അപ്പൊ ദ്വൈതബുദ്ധി മനുഷ്യനെ എത്ര ചീത്തയാക്കുന്നുവെന്ന് അദ്ദേഹം കേരളത്തിലെ ജാതിപ്പോരിൽ നിന്ന് മനസ്സിലാക്കുകയാണ്. അതുപോലെ തന്നെ മറ്റൊന്ന്, ഗുരു നമുക്കറിയാം കുഞ്ഞുനാളിലെ ഗുരുവിന്റെ ജീവിതമൊക്കെ സുവിദിതമായതുകൊണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. കാരണം കുഞ്ഞുനാൾ തൊട്ടേ ജാതീയതയുടെ വിധ്വംസാത്മകതയെ ഗുരു നേരിട്ട് കണ്ടറിയുകയാണ്. അതുകൊണ്ട് ഗുരു വേദാന്തം പഠിച്ചിട്ട് ജാതിക്കെതിരെ പ്രവർത്തിച്ചയാളല്ല, മറിച്ച് ജാതിയുടെ വിധ്വംസാത്മകതയെ കണ്ടിട്ട് വേദാന്തം പഠിച്ചതാണ്. നമ്മളിപ്പോൾ സൂക്ഷ്മമായി നോക്കിയാൽ ഈ ഭാരതത്തിന്റെ ഒരു നവോത്ഥാന ചരിത്രത്തിലൂടെ കടന്നു കഴിഞ്ഞാൽ 2 തരത്തിലുള്ള ശക്തികളാണ് ജാതീയതയ്ക്കെതിരെ പ്രവർത്തിച്ചത്. കാരണം ഞാൻ പറഞ്ഞു വരുന്നത് ഈ അദ്വൈതത്തിന്റെ ഒരു പൊട്ടൻസിയെ എത്ര സമർത്ഥമായി ഗുരു ഉപയോഗിക്കുന്നു എന്ന് സൂചിപ്പിക്കുവാൻ വേണ്ടിയാണ്. അതായത് ഈ അതായത് നമ്മളുടെ ഈ ആധ്യാത്മിക മണ്ഡലത്തിൽ ജാതീയതയ്ക്കെതിരെ പ്രവർത്തിച്ച 2 പ്രസ്ഥാനങ്ങൾ, 2 ശക്തികൾ എന്ന് പറയുന്നത്, ഒന്ന് മുഖ്യമായും ഭക്തി പ്രസ്ഥാനമാണ്. ഭക്തി പ്രസ്ഥാനം നമുക്കിത് അറിയാവുന്ന കാര്യങ്ങളാണ്. എൻ്റെ ഓർമ്മയിലേക്ക്, ശ്രോതാക്കളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അതിനൊരു പശ്ചാത്തലം എന്ന പോലെ ഞാൻ പറയുന്നു എന്നതേ ഉള്ളൂ. അതായത് ഈ ഭക്തി പ്രസ്ഥാനത്തിലെ നമുക്കറിയാം, ഭക്തി എന്ന് പറയുന്നത് വൈകാരികമായ, ആരാധ്യ ദേവതയുമായുള്ള വൈകാരികമായ ഒരടുപ്പമാണ്. താനും തൻ്റെ ആരാധ്യ ദേവതയും തമ്മിലുള്ള, ഈശ്വരനും തമ്മിലുള്ളതായ വൈകാരികമായ ഒരു തലത്തിലൂടെ എല്ലാ തരത്തിലുള്ള വിഭേദതകളെയും ഉല്ലംഘിക്കുവാൻ കഴിയും. ആ ആരാധകനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജാതിയോ അവന്റെ വർണ്ണമോ അവന്റെ സ്ഥാനമോ അവന്റെ സമ്പത്തോ മറ്റൊന്നും തന്നെ പ്രസക്തമായി തീരുന്നില്ല. നിർമ്മലമായ മനസ്സിൻ്റെ ഉടമയായിരുന്നാൽ മാത്രം മതി. ഈ ഒരു സാധ്യതയെ ഭക്തി സകലർക്കുമായി ഈശ്വര മോക്ഷമെന്ന് പറയും, ഈശ്വരനിലേക്കുള്ള അല്ലെങ്കിൽ ഈശ്വര സാക്ഷാത്കാരം എന്ന് പറയുന്ന മോക്ഷത്തിലേക്കുള്ള സാധ്യതയെ വൈദികമായിരിക്കുന്ന എല്ലാ നിയന്ത്രണങ്ങളെയും ഉല്ലംഘിച്ചുകൊണ്ട്, ജാതീയമായിരിക്കുന്ന എല്ലാ നിയന്ത്രണങ്ങളെയും ഉല്ലംഘിച്ചുകൊണ്ട് സകലർക്കും സാധ്യമാക്കി തീർക്കുന്ന, അതായത് മഹായാന ബുദ്ധിസത്തിലെ നിർവാണത്തെ, സകലർക്കും നിർവാണത്തിന് അർഹതയുണ്ടെന്ന് മഹായാന ബുദ്ധിസം പറയുന്നത് പോലെ ഹീനയാനത്തിന് അങ്ങനെ പറയുന്നില്ല, ഒരു ഓപ്പണിംഗ് ആണ്. അതേപോലെ ഹൈന്ദവതയിലെ നമുക്ക് സകലർക്കും മോക്ഷത്തിന് അവകാശമുണ്ട്, അവന്റെ ജന്മമോ മറ്റു തരത്തിലുള്ള ഒരു വിഭേദതയ്ക്കും അവിടെ അതിനൊരു വിഘാതമില്ല, അല്ലെങ്കിൽ അത് വിഘാതമാകുന്നില്ല എന്ന് ബോധിപ്പിച്ചു കൊടുക്കുന്ന, സകലർക്കും മോക്ഷത്തിന്റെ വാതായനം തുറന്നു കൊടുക്കുന്ന ഭക്തി പ്രസ്ഥാനം, ഭക്തി ആ മേഖലയിൽ പ്രവർത്തിച്ചിട്ടുള്ളതായ ഭക്തി അഗ്രസരന്മാരായിരിക്കുന്ന, പ്രവർത്തകരായിരിക്കുന്ന അധ്യാത്മ ഗുരുക്കന്മാർ, ഇതാണ് ജാതീയതയ്ക്കെതിരെ നടന്ന ഭക്തി പ്രസ്ഥാനത്തിന്റെ ആ ഒരു മൂവ്മെന്റ്. അതാണ് ജാതിക്കെതിരെ നമ്മൾ ഹൈന്ദവ പ്രസ്ഥാനങ്ങളിൽ ഏറ്റവും അഗ്രഗണ്യ സ്ഥാനത്ത് നിൽക്കുന്ന ഭക്തി പ്രസ്ഥാനം പ്രവർത്തിച്ചത്. അങ്ങനെയാണ്. അതേപോലെ തന്നെ മറ്റൊരു ഓപ്പണിംഗ് ആണ് അദ്വൈതം എന്നത്. ഭക്തി വൈകാരികതയുടെ തലമാണ്. കാരണം പരമപ്രേമരൂപ എന്നാ പറയുന്നത്. ഈശ്വരനോടുള്ള പരമപ്രേമമാണ് ഭക്തി. അവിടെ മറ്റു വിഘാതങ്ങളൊന്നുമില്ല, ഈശ്വരനിലെത്താൻ യാതൊരു തടസ്സവുമില്ല സാധകനെ സംബന്ധിച്ചിടത്തോളം. മറിച്ച് മറ്റൊന്ന് അദ്വൈതമാണ്. ഈ അദ്വൈതത്തിലുള്ള ഒരു പൊട്ടൻസി, നമ്മൾ അദ്വൈതത്തിന്റെ ചരിത്രം ഞാനതിലേക്ക് കടക്കുന്നില്ല, ഞാൻ ഇതിനകത്ത് ചുരുങ്ങി പറയാനായിരിക്കുന്നു. അപ്പൊ അദ്വൈതം ഒരു വൈചാരിക തലമാണ്, വിചാരത്തിന്റെ തലമാണ്, ജ്ഞാനമാർഗമാണ്. ഈ ജ്ഞാനമാർഗത്തിലെ ഭാരതത്തിലെ ഏറ്റവും പ്രശസ്തനായ, പ്രബലനായ, സത്യസാക്ഷാത്കൃതാത്മാവായ ശങ്കര ഭഗവത്പാദർ നമുക്കറിയാം അദ്വൈതത്തിന്റെ പ്രവാചകനാണ്. അദ്ദേഹത്തിന്റെ പേരിലാണ് അദ്വൈതം അറിയപ്പെടുന്നത്. അദ്വൈതം വേദകാലം തൊട്ടേ അദ്വൈത സങ്കല്പമുണ്ട്. അദ്വൈതത്തിലാണ് വേദം പിറന്നത് തന്നെ എന്ന് നമ്മൾ പറയുന്നു. പക്ഷേ അദ്വൈതത്തിന്റെ ഏറ്റവും പ്രബല വക്താവായും പ്രയോക്താവായും വ്യാഖ്യാതാവായും ശങ്കര ഭഗവത്പാദരെ അറിയുന്നുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അദ്വൈതത്തിന് എതിരെ, അതായത് ജാതീയതയ്ക്കെതിരെ അദ്വൈതം പ്രവർത്തിക്കുമെന്ന് ശങ്കരന്റെ കാലഘട്ടത്തിൽ അത്തരത്തിലൊരു പ്രവർത്തനം ഉണ്ടായിട്ടില്ല. അതിനെ ഗുരുവിനെയും ശങ്കര ഭഗവത്പാദരെയും വെച്ചുകൊണ്ട് ആധുനിക കാലത്തെ ഭൗതികവാദികളാകുന്ന വിമർശകന്മാർ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള വിമർശകന്മാർ ശങ്കര ഭഗവത്പാദരെ ഊന്നി ശ്രീനാരായണ ഗുരുവിന്റെ മഹത്വം പറയുക, അത്തരത്തിൽ ഇഷ്ടംപോലെ കൃതികൾ നമ്മുടെ ക്യാമ്പസിൽ ഉണ്ടായിരുന്നവർ തന്നെ
പടച്ച അല്ലെങ്കിൽ എഴുതിയ കൃതികളുണ്ട്. നമ്മൾ ഇതിനൊക്കെ നല്ല മനോഹരമായ മറുപടി എന്താ പറയുക, ഗുരുകുലത്തിലെ സ്വാമികൾ കൊടുത്തിട്ടുണ്ട്. കാരണം കാലഘട്ടത്തിൻ്റെതായ ഒരു വ്യത്യാസത്തെ കണക്കിലെടുക്കാതെ ആളുകൾ നിരൂപണം ചെയ്യുന്നത്, മഹത്തുക്കളെ നിരൂപണം ചെയ്യുന്നതിന്റെ അർത്ഥശൂന്യതയിലേക്ക് ചൂണ്ടിക്കാട്ടുന്നുണ്ട് മുനി നാരായണ പ്രസാദിനെ പോലെയുള്ള സ്വാമികൾ. ദൈവശതശകത്തെ കുറിച്ചുള്ള പ്രഭാഷണത്തിൽ അദ്ദേഹം അത് വളരെ കൃത്യമായി പറയുകയാണ്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് ശങ്കരഭഗവത്പാദർക്കെതിരെ ഉന്നയിക്കപ്പെടുന്ന ഒരു ആരോപണം ജാതി അതായത് അദ്ദേഹം ജാതീയതയ്ക്കെതിരെ സംസാരിച്ചില്ല എന്നുള്ളതാണ്. പക്ഷെ കാലഘട്ടം നോക്കൂ, 9-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ശങ്കരഭഗവത്പാദരും 19-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ശ്രീനാരായണ ഗുരു ജാതീയതയ്ക്കെതിരെ സംസാരിച്ചു, ശങ്കരഭഗവത്പാദർ സംസാരിച്ചില്ല, രണ്ടുപേരും അദ്വൈതികളായിരുന്നു എന്ന് പറയുന്നത് ഒരു 1100 വർഷത്തെ, ഏകദേശം 1100 വർഷത്തെ വ്യത്യാസമുണ്ട്. ഒരു കാലഘട്ടം പര്യാപ്തമാകുമ്പോഴാണ്, അത് സന്നദ്ധമാകുമ്പോഴാണ് ആ കാലഘട്ടത്തിൽ നിലനിൽക്കുന്ന ഏതൊക്കെ തരത്തിലുള്ള വിധ്വംസാത്മകമായ മനുഷ്യത്വഹീനമായ പ്രവർത്തനങ്ങളുണ്ടോ, അല്ലെങ്കിൽ മാനവികതയ്ക്ക്, അവന്റെ ഉയർച്ചയ്ക്ക്, അവന്റെ സ്വാതന്ത്ര്യത്തിന് വിഘാതമായിരിക്കുന്ന പ്രവർത്തനങ്ങളുണ്ടോ, ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാൻ ഒരു സമൂഹം സന്നദ്ധമാകുമ്പോൾ, അന്തരാത്മനാ സന്നദ്ധമാകുമ്പോഴാണ് ഒരു നേതൃത്വം അതിലേക്ക് ഉയർന്നു വരുന്നത്. നമ്മൾ ശങ്കരഭഗവത്പാദരുടെ കാലഘട്ടത്തെ പഠിച്ചു കഴിഞ്ഞാൽ ആ കാലഘട്ടം അത്തരത്തിൽ ജാതീയതയ്ക്കെതിരെ പ്രവർത്തിക്കുവാനുള്ള ഒരു സന്നദ്ധത ഉള്ള ഒരു സമൂഹമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ജാതീയതയ്ക്കെതിരെയുള്ള പ്രവർത്തനം അന്നത്തെ നേതൃത്വത്തിലേക്ക് ഉയർന്ന ശങ്കരഭഗവത്പാദരുടെ പ്രവർത്തനങ്ങളിലേക്ക് വന്നില്ല എന്നുള്ളതാണ്. അതാണ് അതിനകത്തെ ആ ഒരു കാരണം. ജാതി വിരോധത്തിന് പരിഭാഗം വന്ന ഒരു കാലഘട്ടത്തിൽ ശങ്കരൻ പിറക്കാത്തതിനാൽ അദ്ദേഹം അദ്വൈതത്തിന്റെ ജാതിവിരുദ്ധ പ്രവണതകളെ വേണ്ടവണ്ണം മനസ്സിലാക്കിയില്ല എന്നതാണ് അതിനൊരു ഉത്തരം. അതേസമയം തന്നെ മറ്റൊന്നുകൂടിയുണ്ട്. കാരണം നമ്മൾ അദ്വൈതത്തിലെ മായാവാദത്തെക്കുറിച്ച് പറയും. ഇപ്പൊ മായാവാദത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്വൈതം ഒരു തരത്തിൽ അതിനെതിരെയുള്ള ഒരു ആരോപണങ്ങളാണ് ഞാൻ പറയുന്നത്. രണ്ട് തലവും നമ്മളുടെ ചർച്ചയ്ക്ക് വിധേയമാകണമെന്നുള്ളത് ഞാൻ പറയുന്നു. കാരണം ഈ അദ്വൈതത്തിലെ പാരമാർത്ഥിക തലത്തിൽ ഏകത്വം പറയുകയും മറ്റ് തലങ്ങളിലെല്ലാം അനേകത്വം പറയുകയും ഈ പരമാർത്ഥമായ ഏകസത്യം മാത്രം സത്യമായിരിക്കുകയും അല്ലെങ്കിൽ ആത്യന്തികമായിരിക്കുകയും തത് ഭിന്നമായതെല്ലാം മായയുടെയോ മിഥ്യയുടെയോ ആഭാസത്തിന്റെയോ തലത്തിലേക്ക് ചുരുക്കിക്കളയുകയും ചെയ്യുന്നു. അതുകൊണ്ട് ആ ഒരു തലത്തിലുള്ളതായ വൈജാത്യങ്ങൾക്ക്, വിഭേദതകൾക്ക് അല്ലെങ്കിൽ ഏറ്റക്കുറച്ചിലുകൾക്ക് പ്രസക്തിയില്ല എന്ന തരത്തിലുള്ള വ്യാഖ്യാനവും പറയുന്നുണ്ട്. അതാണ് അതിൻ്റെ ഒരു മറ്റൊരു തലമായി പറയുന്നത്. അതായത് വ്യക്തിതലത്തിൽ ജീവാത്മാവിനുണ്ടാകേണ്ട ഒരവസ്ഥാ വിവർത്തമാണ് മോക്ഷമെന്ന് പറയുന്നത്. മോക്ഷമെന്ന് പറയുന്നത് വൈയക്തികമായ ഒരനുഭവ തലമാണ്. സാമൂഹികമായ ഒരു തലത്തിലേക്ക് അതിനെ സംക്രമിപ്പിക്കപ്പെട്ടിട്ടില്ല. അരവിന്ദോയെ പോലുള്ളവർ സമൂഹത്തിന്റെ മോക്ഷത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ ബുദ്ധന്റെ കാലത്തും സമൂഹത്തിന്റെ, മഹായാന ബുദ്ധിസത്തിലും സമൂഹത്തിന്റെ മോക്ഷത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതേസമയം ഈ ഒരു തലത്തിലേക്ക് അദ്വൈതത്തിന്റെ തലം നോക്കിയാൽ അത് വൈയക്തികമായ ഒരു തലത്തിലാണ് മോക്ഷശാസ്ത്രത്തെ അവതരിപ്പിക്കുന്നത്. സാമൂഹികമായ സമൂഹത്തിന്റെ ഒരു മോക്ഷത്തെക്കുറിച്ച് അത് പരിചിന്തിക്കുന്നില്ല. പക്ഷേ പിൽക്കാലത്തെ അദ്വൈത ദർശനത്തിൽ അത്തരത്തിലൊരു മോക്ഷം സമൂഹത്തിന് മൊത്തം, ആ ഒരു വ്യത്യാസം, ആ ഒരു ട്രാൻസിഷൻ നമുക്ക് ശങ്കരഭഗവത്പാദിൽ നിന്നും ഗുരുവിലേക്ക് എത്തുമ്പോൾ കാണാൻ കഴിയും. ഈ രണ്ട് കാരണങ്ങളാണ്. അതായത് ഈ വൈയക്തിക തലത്തിൽ മാത്രം നിന്നതായ ഈ മോക്ഷശാസ്ത്രത്തെ, അദ്വൈതത്തെ ഈ സമൂഹത്തിന്റെ മോക്ഷമാക്കി, സമൂഹത്തിന്റെ ഉയർച്ചയാക്കി മാറ്റുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ പാരമാർത്ഥിക തലത്തിൽ നിന്ന് വ്യാവഹാരിക തലത്തിലേക്ക് അദ്വൈതത്തിന്റെ പൊട്ടൻസിയെ സംക്രമിപ്പിക്കുന്നു എന്നതാണ് ഗുരു ചെയ്യുന്ന ഒരു കാര്യം. ഗുരു തന്നെ പറയുന്നത് നോക്കുക, അദ്വൈതത്തിൽ വിശ്വസിക്കുകയും, അതായത് നാരായണ ഗുരു എങ്ങനെ തിരുത്തിയെന്നതാണെങ്കിൽ, അദ്വൈതത്തിൽ വിശ്വസിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി വ്യാവഹാരിക മണ്ഡലത്തിലായാൽ പോലും ദ്വൈത പ്രകടനങ്ങളുടെ അതിദുഷ്ടഫലങ്ങളെ നോക്കിയിരിക്കാതെ അവയുടെ ദൂരീകരണത്തിന് ശ്രമിക്കണം എന്ന് ഗുരു ഉദ്ഘോഷിച്ചിട്ടുണ്ട്. അപ്പോ അദ്വൈതത്തിൽ, അതായത് നൂറ്റാണ്ടുകളിലൂടെ ഉറങ്ങിക്കഴിയുകയായിരുന്ന അദ്വൈതം അതോടെ പുതുജീവനോടെ മുന്നേറാൻ തുടങ്ങി. അദ്വൈതിക്ക് സമൂഹ സേവനത്തിനുള്ള മാർഗം അങ്ങനെ തെളിയിക്കപ്പെട്ടു. അതായത് വിവേകാനന്ദ സ്വാമികളിൽ നമ്മൾ കേൾക്കുന്നു, കാരണം ഗുരുവും വിവേകാനന്ദ സ്വാമികളും ഒക്കെ സമാന കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവരാണ് ഏകദേശം.
അപ്പോ മാനവസേവ മാധവസേവ എന്ന ഒരു ട്രാൻസിഷൻ അത് അദ്വൈതത്തിന്റെ, പ്രായോഗിക അദ്വൈതത്തിന്റെ, പ്രായോഗിക വേദാന്തത്തിന്റെ ഉദ്ഘോഷമാണ്. അത് ഗുരുവിൽ നാം കാണുന്നു. അപ്പോൾ ഇതൊക്കെ വെച്ചുകൊണ്ട് ചിലരൊക്കെ പുസ്തകം എഴുതുന്നു. ഞാനിത് പറയാൻ കാരണം, ചില പുസ്തകങ്ങൾ വലിയ പ്രകാണ്ഡ പണ്ഡിതന്മാർ എഴുതി വിട്ടിട്ട് എന്താണ് ശങ്കര ഭഗവത്പാദരുടെ ന്യൂനതയെ എടുത്തു കാണിക്കാൻ വേണ്ടി ഗുരുവിനെ ഉപയോഗിക്കുന്ന. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഗുരുവിനെ ഏതെല്ലാം തരത്തിലാണ്, തങ്ങൾക്ക് എന്ത് പറയണമെന്നുണ്ടോ, ശങ്കര ഭഗവത്പാദരെ ഈഴ്ത്തി കാണിക്കണമെങ്കിൽ ഗുരുവിനെ ഉപകരണമായി ഉപയോഗിക്കുന്ന, അതിനെ ഗ്രന്ഥരൂപത്തിൽ ആവിഷ്കരിക്കുന്ന, അത് തന്റെ അനുയായികളിലേക്ക് പ്രകാശിപ്പിക്കുന്ന പണ്ഡിതന്മാരായിരിക്കുന്ന ആൾക്കാർ വാഴുന്നിടം കൂടിയാണ്. അപ്പൊ ഏതൊക്കെ തരത്തിലാണ് ഒരാചാര്യനെ, ഒരു അധ്യാത്മാചാര്യനെ അദ്ദേഹത്തിന്റെ വാക്കുകളുടെ അന്തസാരത്തിൽ നിന്ന് വ്യതിക്രമിപ്പിച്ചിട്ട് തങ്ങളുടെ നിക്ഷിപ്ത താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, അതിന് വിധേയപ്പെട്ട ആചാര്യൻ കൂടിയാണ്, അല്ലെങ്കിൽ അതിന് ഇരയായി പോയേണ്ടി വന്ന ഒരു ആചാര്യൻ കൂടിയാണ് ശ്രീനാരായണ ഗുരു. അതുകൊണ്ട് ഈ ശബ്ദജാലം മഹാരണ്യം ചിത്തഭ്രമകാരണം എന്ന് പറയും. അപ്പോ ഈ ശബ്ദജാലം ഇപ്പൊ ഗുരുവിനെ കുറിച്ച് ശബ്ദജാലത്തിൽപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ യഥാതഥമായി ഗുരുവിനെ വിലയിരുത്തുവാൻ നമുക്ക് കഴിയുന്ന ഒരു കാലഘട്ടത്തിലല്ല നാം ജീവിച്ചിരിക്കുന്നത്. ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പറയുമല്ലോ, ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ എവിടെയെങ്കിലും പ്ലേസ് ചെയ്ത് കഴിഞ്ഞു, അത് ഇന്ന ആളാണ് ഇന്നതിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനെ നമ്മുടെ വാക്കുകളുടെ അർത്ഥം ചുരുങ്ങിക്കഴിഞ്ഞു, അതിന്റെ പ്രസക്തി പിന്നെ മറ്റു തലത്തിലേക്ക് വ്യാപിപ്പിക്കാത്ത തരത്തിലേക്ക് ആയിക്കഴിഞ്ഞു. അതാണ്. മറ്റൊന്നുകൂടി ഞാൻ ഗുരുവിനെ കുറിച്ച് പറയാൻ എനിക്ക് ഏറ്റവും ഹൃദയസ്പർശിയായി എനിക്ക് തോന്നിയത് സാനുമാഷിന്റെ ഒരു നിരീക്ഷണമാണ്. ഞാനിപ്പോ ഇതിനകത്ത് സ്വതന്ത്രമായി ഞാൻ പറഞ്ഞതുപോലെ സ്വന്തമായിട്ടല്ല, ഓരോരുത്തരുടെ ഒരു നിരീക്ഷണങ്ങളെ സദസ്സിന്റെ മുന്നിലേക്ക് ചർച്ചയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ വിചിന്തനത്തിന് വേണ്ടി വെക്കുന്നു എന്നുള്ളതാണ്. ഒരു സമയത്ത് സാനുമാഷ് പറഞ്ഞ ഒരു കാര്യം, എന്താണ് ഗുരുവിനെ വ്യത്യസ്തനാക്കുന്നത്, മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കി അല്ലെങ്കിൽ ഗുരുവിന്റെ തന്നെ ഒരു ഉണ്മ എന്ന് പറയുന്നത് ഏത് മേഖലയിലാണ് ഉയർന്നു നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയുന്നു, ഈ ഒരേ സമയം ഒരു മഹർഷിയുടെയും ഒരു യോദ്ധാവിന്റെയും സമഞ്ജസമായ ഒരു സമ്മേളനമാണ് ശ്രീനാരായണ ഗുരുവിൽ കാണുന്നത്. ഒരേ സമയം അദ്ദേഹം ഒരു മഹർഷിയുമാണ്, ഒരു യോദ്ധാവുമാണ്. അതാണ് അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെ ശ്രേഷ്ഠപ്പെടുത്തുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. ഒരു മഹർഷിയുടെ സംയമനവും ആത്മീയതയും അദ്ദേഹത്തിന്റെ പ്രവർത്തികളിലും വാക്കുകളിലും എപ്പോഴും കലർന്നിരുന്നു. അതിന്റെ ഫലമായാണ് ഒന്നിനെയും അപലപിക്കാതെ, വളരെ വളരെ കൃത്യമായ ഒരു പോയിന്റാണ്. നോക്ക്, നമ്മൾ ഒന്നിനെ എതിർക്കുന്നുവെന്ന് എതിർക്കപ്പെടുന്നവർക്ക് അറിയാതെ എതിർക്കുന്ന സാധാരണമായ ഒരു ശൈലിയുടെ ഉടമയായിരുന്നു ഗുരു. അതാണ്, ഒന്നിനെയും പ്രത്യക്ഷത്തിൽ അപലപിക്കാതെ ഇത്രയധികം പരിവർത്തനം കേരള സമൂഹത്തിൽ വരുത്താൻ അദ്ദേഹത്തിന് സാധിച്ചത് അദ്ദേഹത്തിന്റെ നിതാന്ത തപസ്സിലൂടെ നേടിയെടുത്ത സംയമനം കൊണ്ടാണ്. ആ മഹർഷിയുടേതായ അന്തശക്തി കൊണ്ടാണ്. അതായത് ഗുരുവിന്റെ ജീവിതത്തിലൂടെ നമ്മൾ കടന്നു പോയാൽ ദീർഘമായ 40 വർഷം പൊതുജീവിതത്തിൽ കർമ്മനിരതനായിരുന്നിട്ടും അദ്ദേഹത്തിന്റെ സ്വഭാവത്തിൽ ചെറിയൊരു കളങ്കം പോലും കാണാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. ഓർത്തു നോക്കിയാൽ ശ്രീനാരായണ ഗുരുവിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുതം അതാണെന്ന് പറയാം. സ്വകാര്യ ജീവിതം ഗുരുവിനുണ്ടായിരുന്നില്ല. ശിഷ്യന്മാർ, അനുയായികൾ, പൊതുപ്രവർത്തകർ, സന്ദർശകർ, അങ്ങനെ പല വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഗുരുവിനെ സദാസമയവും ചൂഴ്ന്നു നിന്നിരുന്നു. വിശ്വാസികളെപ്പോലെ അവിശ്വാസികളും സംശയാലുക്കളും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഗുരു ശിഷ്യനെ പരീക്ഷിച്ചതും ശിഷ്യൻ ഗുരുവിനെ പരീക്ഷിച്ചതും ഒക്കെ നമുക്ക് അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കാരണം അങ്ങനെയുള്ള ഗുരുവിനെ പരീക്ഷിക്കുന്ന ശിഷ്യന്മാരും ഗുരു ജീവിച്ചിരുന്ന കാലത്തിൽ തന്നെ അദ്ദേഹത്തോട് അടുത്തുണ്ടായിരുന്നു എന്നർത്ഥം. എത്ര സൂക്ഷ്മമായി നിരീക്ഷിച്ചിട്ടും അദ്ദേഹത്തിൽ തെറ്റായ ഒരു വാക്കോ പ്രവൃത്തിയോ കാണാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഈ സാമുദായികമായ അതിർത്തികൾ ഉല്ലംഘിച്ച് എല്ലാവരുടെയും സ്നേഹബഹുമാനങ്ങൾ അദ്ദേഹത്തിന് നിർലോഭം ലഭിച്ചു പോകുന്നത്. ഇതൊക്കെ അദ്ദേഹം നേടിയത് മഹർഷിയായ അദ്ദേഹം നേടിയ സംയമനത്തിന്റെ ഫലമാണ്. ഇതേപോലെ തന്നെ ഒരു യോദ്ധാവും അദ്ദേഹത്തിൽ സമഞ്ജസമായി സമ്മേളിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അതേസമയം അദ്ദേഹം വിട്ടുവീഴ്ചയില്ലാത്ത യോദ്ധാവുമായിരുന്നു. അനാചാരങ്ങളോടും അവയ്ക്ക് ആധാരമായ അന്ധവിശ്വാസങ്ങളോടും ഒരു കാലത്തും പൊരുത്തപ്പെട്ടില്ല. ഒരു യഥാർത്ഥ യോദ്ധാവിന്റെ വീര്യത്തോടെ അവയ്ക്കെതിരെ പോരാടി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഇഷ്ടം പോലെ ദൃഷ്ടാന്തങ്ങളുണ്ട്. കാരണം ജന്തുബലി നടക്കുന്ന സ്ഥലത്തേക്ക് മദ്യപിച്ച്
ആളുകൾ വിവേകം നഷ്ടപ്പെട്ടു നിൽക്കുന്നവരുടെ ഇടയിലേക്ക് ഗുരു കടന്നു ചെല്ലുകയും ബലിക്കല്ലിൽ കയറി നിൽക്കുകയും ബലി നടത്താൻ പറ്റുകയില്ലെന്നും ഒക്കെ പറയുന്ന അങ്ങനെ അനേക സന്ദർഭങ്ങളുണ്ട്. അത് ബാലവിവാഹങ്ങൾ നടത്താനായി നിശ്ചയിച്ചിരിക്കുന്ന അനേകം കുട്ടികൾ ഒരുമിച്ചിരിക്കുന്ന വലിയ പ്രമാണിമാർ, അന്നത്തെ വലിയ പ്രമാണിമാർ നടത്തുന്ന കൂട്ടായി നടത്തുന്ന ആ ഒരു ഇതിലേക്ക് കടന്നു ചെന്നിട്ട് ഇത് നടത്തണ്ട എന്ന് പറയും. അങ്ങനെ ഒരു യോദ്ധാവിന്റെ ഒരു പോരാളിയുടെ പോരാട്ട വീര്യം ഗുരുവിൽ നിന്നു. അതേസമയം തന്നെ ഒരു മഹർഷിയുടെ ആത്മസംയമനവും ഗുരുവിൽ, ഇത് രണ്ടും സമഞ്ജസമായി സമ്മേളിപ്പിച്ചത് ഗുരുവിന്റെ അനിതര സാധാരണമായ വ്യക്തിത്വത്തിന്റെ നിദാനമായി നിലകൊള്ളുന്നുവെന്ന് തോന്നുന്നു. നമുക്കറിയാം, ഈ സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നുണ്ട്, മറ്റുള്ളവരുടെ ഹൃദയത്തിൽ ജീവിക്കുവാൻ കഴിയുന്നതാണ്, മറ്റുള്ളവർ ഹൃദയത്തിൽ ജീവിക്കാൻ കഴിയുന്നതാണ് അമരത്വം എന്ന് പറയുന്നുണ്ട് സിഗ്മണ്ട് ഫ്രോയിഡ്. അത്തരത്തിൽ നോക്കുമ്പോൾ ഗുരു ഇന്നും ജനലക്ഷങ്ങളുടെ ഹൃദയത്തിൽ ജീവിക്കുന്നു. ആ തരത്തിൽ അമരനാണെന്ന് പറയാം. എപ്പോഴും ഗുരു പറഞ്ഞിരുന്നത് മനുഷ്യനും മനുഷ്യനും തമ്മിൽ നീതിപൂർവമായ ഒരു ബന്ധമാണ് ഉണ്ടായിരിക്കേണ്ടത് എന്നതിൽ ഗുരുവിന് നിർബന്ധം ഉണ്ടായിരുന്നു. ഈ ഒരു ബോധ്യമാണ് അദ്വൈത സിദ്ധാന്തത്തിന് അനുസിദ്ധാന്തമായി വരുന്ന ഒരു കർമ്മ പരിപാടിയിലേക്ക് ഗുരുവിനെ നയിച്ചത്. നമുക്കറിയാമല്ലോ, ഗുരു വെറുതെ പറയുകയല്ല, അത് പ്രവൃത്തിപഥത്തിലേക്ക് വിവേകാനന്ദ സ്വാമികൾ പറയും, നിങ്ങൾ 99% സിദ്ധാന്തത്തെക്കാൾ 1% പ്രയോഗമാണ് ലക്ഷ്യവേദിയാകുന്നത്, ലക്ഷ്യത്തിലെത്തുന്നത് എന്ന്. അപ്പൊ അദ്വൈതം പറഞ്ഞാൽ പോരാ, അതിനെ എങ്ങനെ ജീവിതത്തിലേക്ക് ദുഃഖിക്കുന്ന മനുഷ്യരുടെ, വേദനിക്കുന്ന മനുഷ്യരുടെ, കഷ്ടപ്പെടുന്ന മനുഷ്യരുടെ ജീവിതത്തിലേക്ക് സംക്രമിപ്പിച്ച് അവന്റെ മാനവികതയ്ക്ക്, അവന്റെ മനുഷ്യത്വത്തിന് ഉന്നമനം കൊടുക്കുന്നത് എങ്ങനെയെന്ന് പ്രായോഗികമായി നമുക്ക് കാണിച്ചു തന്ന പ്രാക്ടിക്കൽ വേദാന്തി, ഒരു പ്രായോഗിക വേദാന്തിയായിരുന്നു ഗുരു. ഇപ്പൊ ശ്രീനാരായണ ദർശനത്തെ ഇപ്പൊ തന്നെ ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് അതൊക്കെ ഓരോരുത്തരും സ്വാധീനിച്ചതെന്ന് ചെറിയൊരു ദൃഷ്ടാന്തം പറയാം. ശ്രീനാരായണ ദർശനം സമൂഹത്തിന്റെ വിവിധ തലത്തിലുള്ളവരെ വ്യത്യസ്ത രീതിയിൽ സ്വാധീനിച്ചതായിട്ട് നമുക്ക് കാണാം. അപ്പൊ യുക്തിവാദികളാണെങ്കിൽ നല്ല യുക്തിവാദികളാകാൻ, ഇപ്പൊ യുക്തിവാദി എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് തലങ്ങളുണ്ടല്ലോ. കാരണം ഈ ശുഷ്കയുക്തിയൊക്കെ ഉണ്ട്. ശങ്കരൻ പറയും, തർക്കേണ മതിരാവനേയ, നിങ്ങൾ തർക്കിച്ച് തത്വബോധത്തിലെത്താമെന്ന് വെച്ചാൽ നടക്കത്തില്ല. വളരെ മനോഹരമായി ബ്രഹ്മസൂത്രത്തിന് വ്യാഖ്യാനം ചമയ്ക്കുമ്പോൾ അത് വളരെ വ്യാഖ്യാനം ചമയ്ക്കുമ്പോൾ നല്ല പറയുന്നുണ്ട്. അപ്പൊ യുക്തി ഉണ്ടെന്നും എന്നർത്ഥം. അപ്പോ പക്ഷേ യുക്തിവാദികളിൽ എങ്ങനെ ഈ ആത്മബോധത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് പറയുന്നത് ശ്രുതി അവിരോധി തർക്കോപകരണ എന്ന് ശങ്കരബോധപാദർ പറയുന്നത് പോലെ ഈ ശ്രുതി അവിരോധിയായ തർക്കോപകരണം എങ്ങനെ ഉപയോഗിക്കാമെന്ന് ഗുരു ശിഷ്യന്മാർക്ക് കാണിച്ചു കൊടുത്തു. അപ്പൊ യുക്തിവാദികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ യുക്തിക്ക് ഒരു യുക്തി ഭദ്രത ഗുരു വരുത്തി. എം സി ജോസഫിനെ പോലെ സഹോദരൻ അയ്യപ്പനെ പോലെയുള്ള യുക്തിവാദികളിൽ ഗുരുവിന്റെ ദർശനം അവരുടെ യുക്തിക്ക് ഭദ്രത വരുത്തി കൊടുത്തു. അതേസമയം തന്നെ ആധ്യാത്മിക പ്രവണതയുള്ളവരിലെ അവരുടെ ആധ്യാത്മികതയ്ക്ക് ആഴം വർദ്ധിപ്പിച്ചു. കാരണം എന്ന് വെച്ചാല് ധർമ്മസംഘത്തിലെ ആയാലും ഗുരു ജീവിച്ചിരുന്ന കാലഘട്ടത്തിലെ ആയാലും ശിഷ്യസഞ്ചയത്തെ നോക്കിയാൽ അല്ലെ, അപ്പൊ കൃത്യമായിട്ടും അതിനെ ഔഷ്കല്യം വരുത്തുവാൻ ഗുരുവിന്റെ ദർശനം സഹായിച്ചു എന്നർത്ഥം. ഇപ്പൊ സാഹിത്യത്തിൽ പ്രവീണരായിരിക്കുന്ന സാഹിത്യ അഭിരുചിയുള്ള ആൾക്കാരിൽ അവരുടെ സാഹിത്യത്തിന് കൃത്യമായ ഒരു ഓറിയന്റേഷൻ, ഒരു ദിശാബോധം നൽകുവാൻ ഈ ആത്മബോധത്തിന്റെ വെളിച്ചത്തിൽ സാഹിത്യം, നമ്മൾ അങ്ങനെയാണല്ലോ, അപ്പൊ ഒരു ഗ്രന്ഥത്തിന് ആത്മാവുണ്ടെന്ന് നമ്മുടെ സാഹിത്യ ദർശനം പറയുന്നുണ്ട് അല്ലെ, ധ്വനിയാണ് അങ്ങനെ പറയുന്നു. അപ്പൊ ആ ഒരു ആത്മദർശനത്തിന്റെ വെളിച്ചത്തിൽ ഗ്രന്ഥത്തെ ആകെ സാഹിത്യ സൃഷ്ടിയെ ആകെ നോക്കിക്കാണാനും അതിനനുസരിച്ച് സാഹിത്യ സർഗസൃഷ്ടി നടത്തുവാനും ഉള്ള അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് കുമാരനാശാൻ. പ്രേമ ഗീതങ്ങൾ എഴുതി നടന്ന കുമാരനാശാനെ ആശയഗംഭീരനാക്കിയത് ഗുരുവാണ്. ആശയഗംഭീരൻ എന്നാണ് നമ്മൾ പറഞ്ഞു പഠിക്കുന്നത്. അപ്പോ മഹാകാവ്യം എഴുതാതെ മഹാകവിയായി തീർന്ന അത്തരത്തിൽ എങ്ങനെയാണ് ആശാനിൽ, സർഗതനായ കവിയായ ആശാനിൽ ഗുരുവിന്റെ ഈ ദർശനം പ്രവർത്തിച്ചത് എന്ന് നമ്മൾ പറയാം. അപ്പൊ ശാസ്ത്ര പ്രതിപത്തിയുള്ളവരിൽ കൂടുതൽ ശാസ്ത്രബോധത്തിന്റെ ആഴങ്ങളിലേക്ക് കടക്കുവാൻ ഗുരുവിന്റെ ദർശനം സഹായിച്ചിട്ടുണ്ട്. അതുപോലെ ഈ തൊഴിലാളി സംഘടനകളിലെ ആദ്യത്തെ തൊഴിലാളി സംഘടന എന്ന് വെച്ചാൽ അതാണ് സംഘടനാ പാഠവുമുള്ളവരിലെ അല്ലെങ്കിൽ അവകാശബോധമുള്ളവരിലെ എങ്ങനെയാണ് ഗുരുവിന്റെ ദർശനം അവരെ നല്ല സംഘാടകരാക്കി മാറ്റിയത് എന്നതിൻ്റെ ആദ്യത്തെ തൊഴിലാളി സംഘടന പോലും ഗുരുവിന്റെ നിർദ്ദേശം അനുസരിച്ച് രൂപപ്പെട്ടു എന്ന് പറയുന്നു. അങ്ങനെ നാനാ പ്രകാരത്തിലാണ് ഗുരുവിന്റെ ദർശനം സമൂഹത്തിൽ പ്രവർത്തിച്ചത്. അപ്പം അങ്ങനെ
അപ്പൊ നമ്മള് ടീച്ചർ നേരത്തെ പറഞ്ഞിരുന്നു ഈ കൃതികളെ കുറിച്ചൊന്ന് സൂചിപ്പിക്കുക കൂടി ചെയ്യാം. സാറേ 6 മണി വരെ അല്ലയോ? 7 മണി വരെ നമുക്ക് കൃതികളെ കുറിച്ച് നമുക്ക് ഇന്നിപ്പോ ജനറൽ ആയിട്ടുള്ള ഒരു ഇൻട്രഡക്ഷൻ ആണല്ലോ സാറ് തന്നത്. അപ്പം നമുക്ക് നമ്മുടെ സമയവും ഇവിടെ ന്യൂയോർക്കില് ആണെങ്കിൽ സമയം 9:30 കഴിയുന്നു, 9:30 എടുക്കുന്നു. അപ്പം നമുക്ക് വിവിധ മേഖലകളിലുള്ള ഓഡിയൻസ് ആണ് നമ്മുടെ കൂടെ ഉള്ളവര്. അപ്പോൾ അതനുസരിച്ച് സാധാരണ നമ്മുടെ ഇന്നത്തെ സമയം ഏകദേശം കഴിയാറാകുന്നു സാർ. അതുകൊണ്ട് നമുക്ക് അടുത്ത ആഴ്ച കൃതിയെ പറ്റി കുറച്ചുകൂടെ കുറിച്ചുള്ള ഭക്ഷണം ആകാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ഇന്നിപ്പോ സാർ തന്നത് ഏറ്റവും വിലപ്പെട്ട ഒരു പ്രഭാഷണമാണ്. പല കാര്യങ്ങളിലും നമുക്കുള്ള സംശയങ്ങള് സാറിന്റെ നാരായണ ഗുരുസ്വാമികളെ കുറിച്ചുള്ളത് തീർത്തു തരാൻ ഇടയായിട്ടുണ്ട്. ചില സംശയങ്ങളുണ്ട്, അതിനുവേണ്ടി ഞാൻ ഇന്നിപ്പോ സമയം ചിലവഴിക്കുന്നില്ല. കാരണം അത് അങ്ങ് പറയുണ്ടായി ജാതിയുടെ വിധ്വംസതയിലുള്ള അത് കണ്ടിട്ടാണ് സ്വാമി ആധ്യാത്മികത്തിലേക്ക് പ്രവേശിച്ചത്. അത് എത്രമാത്രം ആ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് അത് സ്വാമിക്ക് ആധ്യാത്മികത അദ്ദേഹത്തിന്റെ ജീവരക്തത്തിൽ ഉള്ള ഒന്നായിട്ടാണ് എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒരുപക്ഷെ ഈ ജാതി വ്യവസ്ഥയിലുള്ള പ്രയാസങ്ങൾ അദ്ദേഹം അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ അതില്ലാതെ തന്നെ അദ്ദേഹത്തിന്റെ ആ മഹത്വത്തെ നമ്മൾ കുറച്ച് കാണിക്കുകയില്ലേ? അദ്ദേഹത്തിലെ ജാതിയുടെ പ്രയാസങ്ങൾ, വൈരുദ്ധ്യങ്ങൾ കാരണമാണ് അദ്ദേഹത്തിന് ആധ്യാത്മികതയിലേക്ക് വരാനിടയായിട്ടുള്ളത് എന്നുള്ള ഒരു മാനസികമായിട്ടുള്ള ഞാൻ തന്നെ ചോദിച്ച് അതിനൊരു ഉത്തരം കണ്ടെത്താനായിട്ട് ശ്രമിക്കാം. പിന്നെ വളരെ ബ്രീഫായിട്ട് ആർക്കെങ്കിലും ഇന്നത്തെ ഈ പ്രഭാഷണത്തെക്കുറിച്ച് എന്തെങ്കിലും ചോദ്യങ്ങളോ സംശയ നിവർത്തീകരണത്തിനോ ആണെങ്കിൽ ഏതാനും മിനിറ്റുകൾ നമുക്ക് ഉപയോഗിക്കാം. അതിനുശേഷം അതുപോലെ നമ്മുടെ പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ പ്രഭാഷണം നമുക്ക് അവസാനിപ്പിക്കാം. അടുത്ത ആഴ്ച വീണ്ടും നമുക്ക് നമ്മുടെ അറിവിനെ കുറിച്ചുള്ള കൂടുതൽ ഗഹനമായിട്ടുള്ള പ്രഭാഷണം സാറിൽ നിന്ന് കേൾക്കാനായിട്ട് ഞങ്ങൾ ഓരോരുത്തരും കാത്തിരിക്കുകയാണ്. ഒരു കാര്യം മാത്രം പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഒരു സെക്കൻഡ്. അതായത് ഞാൻ ഒരു വിദ്യാർത്ഥിയാണ്. അപ്പോൾ ഈ സംശയങ്ങൾ തീർച്ചയായും എന്റെ വളർച്ചയിലെ പടവുകളാണ്. ഈ സംശയങ്ങൾ ഉണ്ടാകണം, തീർച്ചയായിട്ടും ഇതൊരു സന്ദർഭമായിട്ടാണ് ഞാൻ എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് സംശയങ്ങൾ ഉണ്ടാകണം എന്ന് തന്നെയാണ് എന്റെ റിക്വസ്റ്റ്. ഡോക്ടർ സുകുമാർ ഫ്രം കാനഡ. അല്ല, ഞാൻ പറയാൻ വന്നത് ഇന്നിപ്പോ ഗുരുദേവനെ പറ്റിയുള്ള ഒരു പൊതു പ്രഭാഷണം ആയിരുന്നല്ലോ. അപ്പോ ഈ എന്റെ അഭിപ്രായത്തില് മലയാളം കണ്ട ഏറ്റവും മികച്ച കവി ശ്രീനാരായണ ഗുരുവാണ്. എഴുത്തച്ഛൻ കഴിഞ്ഞാൽ. എഴുത്തച്ഛനെ ആദ്യം നമ്മുടെ ഭാഷാപിതാവാകുമ്പോൾ അത് അങ്ങനെയാണല്ലോ. അപ്പോ ആ കവിത്വം ആണ് അദ്ദേഹത്തിന്റെ ആത്മീയതയും കവിത്വവും തമ്മിൽ വളരെ അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ഇപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ ആത്മീയതയുമായിട്ടുള്ള അദമ്യമായ ബന്ധത്തിന്റെ പേരിൽ അദ്ദേഹത്തെ കവിയാണെന്ന് അംഗീകരിക്കാൻ സാംസ്കാരിക നായകന്മാർ ചിലപ്പോ മടിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അല്ലെങ്കിൽ ഇത്രയധികം ഭംഗിയായിട്ട് വേദാന്ത തത്വങ്ങൾ ഇത്ര അതിഗംഭീരമായ കവിതകളിലൂടെ ജനനീ നവരത്ന മഞ്ജരി ഒരെണ്ണം വായിച്ച ഒരു ശ്ലോകം വായിച്ചാൽ തീർന്നു, അത്രയേ ഉള്ളൂ. ബാക്കി കവിത എഴുതുന്ന പൊട്ടത്തരമൊക്കെ ഞാനൊക്കെ അത്യാവശ്യം എഴുതുന്നു ഭാവിക്കുന്ന ഒരാളാണ്. പക്ഷെ അതിന്റെ അഹങ്കാരമൊക്കെ പോയി കിട്ടാൻ അത് മതി. ആരായുകൾ തിരകൾ നീരായിടുന്നു എന്ന് അതത്രേ ഉള്ളൂ, വേറെ ഒന്നും ആവശ്യമില്ല. അപ്പൊ ആ ഒരു മാനം, ഗുരുദേവന്റെ ആ ഒരു മാനം കൂടി ഞാനിങ്ങനെ ആലോചിച്ചു സാറിന്റെ ഈ പ്രസംഗം കേട്ടപ്പോൾ. വളരെയധികം സന്തോഷം. ഞാൻ ഇങ്ങനെ അറിവിലേക്ക് കാത്തിരിക്കുന്നു. ഹരിയോ. സുധീരാണോ ചോദിക്കാൻ ഉദ്ദേശിച്ചത്? ഇല്ല, ഇപ്പൊ ഇന്ന് ഇല്ല. ഇനിയും വരുന്ന ദിവസങ്ങളിൽ അറിവിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു. താങ്ക് യു ചേട്ടാ, വളരെ നന്നായിരുന്നു. താങ്ക് യു. ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്തതിലും ഇങ്ങനൊരു പ്രഭാഷണം നടത്താനായിട്ട് ഇടയാക്കിയതിലും വളരെ വളരെ നന്ദിയുണ്ട്. നമസ്കാരമുണ്ട്. സുരേഷ് കുമാർ സാറിനോടും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ പ്രഭാഷണം ഇവിടെ വൈൻഡപ്പ് ചെയ്യാം.
സാധാരണ ഞങ്ങൾ നമ്മുടെ ഈ പ്രഭാഷണ പരമ്പരയിൽ കൺക്ലൂഡ് ചെയ്യുന്നത് നിർവാണ ഷഡ്കം ആലപിച്ചതിന് ശേഷം ഒരു വളരെ ലഘുവായിട്ടുള്ള ഏതാനും വാക്കുകളിൽ ചുരുങ്ങിയ ഒരു നന്ദി സൂചകമായിട്ടുള്ള വാക്കുകളോടുകൂടിയായിരിക്കും. അപ്പം ആദ്യം നിർവാണ ഷഡ്കം രാധ ചൊല്ലും. അതിനുശേഷം ശ്രീ സോമരാജൻ നായർ ഹ്യൂസ്റ്റണിൽ നിന്ന് അദ്ദേഹം നന്ദി സൂചകമായിട്ട് ഏതാനും വാക്കുകൾ പറയും. രാധ. ചെറുതിലെ ഞാൻ കേട്ടിട്ടുള്ളതാ, അവനവൻ ആത്മസുഖത്തിനായി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ല. അവരെന്നെ സുഖമായിട്ട് വരണമെന്ന്, സംതിങ് ലൈക്ക് ദാറ്റ് എന്റെ അച്ഛൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അത് അന്ന് മുതലേ എനിക്ക് ആരാധന ഉണ്ടായിരുന്നു എന്നുള്ളതല്ലാതെ കൂടുതൽ അറിയില്ല. ഇപ്പം കുറേ കേൾക്കാൻ സാധിച്ചു, വളരെ സന്തോഷം. ഇനിയും ബാക്കി കാര്യങ്ങൾ കേട്ട് എന്റെ മാറി കിട്ടും. അത് പറഞ്ഞപ്പോ ഒരുകൂടെ കാര്യം കൂടെ, ഈ ഭക്തി എന്ന് പറയുന്നത് സാറ് പറഞ്ഞു ഈശ്വരനിലേക്കുള്ള പ്രേമം എന്നുള്ള തരത്തില്, അത് പറഞ്ഞുകൊണ്ട് മാത്രം ഭക്തി എന്താണെന്ന് നമുക്ക് ഒരു പൂർണ്ണമായ ഗ്രാഹ്യത അതിൽ നിന്ന് നമുക്ക് ലഭിക്കുമോ? അത് എങ്ങനെ കുറച്ചുകൂടെ നമുക്ക് ഭക്തി, ഈശ്വരനിലേക്കുള്ള പ്രേമം എന്ന് പറയുമ്പോൾ നമ്മൾ ആരാധന ചെയ്യുന്നു, നാമസങ്കീർത്തനം ചെയ്യുന്നു, ഇതെല്ലാം ഇതുകൊണ്ട് മാത്രം നാരായണ ഗുരുസ്വാമികളെ പറ്റി പറയുന്ന ഒരു പ്രഭാഷണത്തിൽ ഭക്തിക്ക് പറഞ്ഞാൽ എന്താണ് ആ ഭക്തി എന്നുള്ളതിൻ്റെ അതിൻ്റെ യഥാർത്ഥ ഒരുപക്ഷെ എൻ്റെ വാക്കുകൾ വ്യക്തമാകുകയാണെങ്കിൽ നമ്മിൽ തന്നെ ഉള്ള ആ പരമാത്മ ശക്തി തന്നെയാണ് സകല ജീവജാലങ്ങളിലും ഉൾക്കൊള്ളുന്നത്. ആ അവബോധത്തോടുകൂടി സകലത്തിനെയും ഒരുപോലെ സ്നേഹിക്കുക. ഇപ്പൊ അവനവൻ ആത്മസുഖത്തിനായി ചെയ്യുന്നത് അന്യർക്ക് സുഖമായി തീരണം. ഇങ്ങനെ നമ്മൾ സംക്രമിപ്പിക്കുമ്പോൾ ഭക്തിക്ക് നാരായണ ഗുരുസ്വാമിയുടെ വീക്ഷണത്തിലേക്ക് നമുക്ക് ആ ഉന്നതമായ തലത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ ഒരുപക്ഷെ കഴിയില്ലേ? ആലോചിക്കേണ്ട കാര്യമാണ്. അപ്പം ഇന്നത്തെ സംഭാഷണത്തിൽ ഇതിന് സാറ് അടുത്ത തവണ തുടർന്നുള്ള കാര്യങ്ങൾ പ്രഭാഷണങ്ങളിൽ നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ കേൾക്കാൻ ഇടയാകട്ടെ എന്നുള്ള തുടർന്നുള്ള പ്രഭാഷണങ്ങളിൽ എത്ര പദ്യം വെച്ച് നമുക്ക് ഒരു ഉദ്ദേശം നമുക്ക് കവർ ചെയ്യാൻ കഴിയും സാർ? സുരേഷ് സാർ. അതെ, അതൊരു ഞാനിതിന്റെ വ്യാഖ്യാനങ്ങളിലൂടെയൊക്കെ പോയിട്ട് നമുക്കിപ്പോ സ്വന്തമായിട്ടൊരു ഇതിന്റെ നിരീക്ഷണത്തെ എന്ന് പറയുമ്പോൾ ഈ വ്യാഖ്യാനങ്ങളിൽ നിന്ന് സഞ്ചയിക്കുന്നതാണ്. നമ്മൾ സാധാരണ മനുഷ്യനാണ്. അപ്പോ ചിലതിലൊക്കെ നല്ല വ്യാഖ്യാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. 3-4 വ്യാഖ്യാനങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടായിട്ടുണ്ട്. അപ്പോ നല്ല വ്യാഖ്യാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. എങ്കിലും ഒരു പദ്യം അത് നമ്മളുടെ അന്നത്തെ പൊട്ടൻഷ്യൽ അനുസരിച്ചാ. ഒരു പദ്യം കൊണ്ട് ഒരു പദ്യത്തിൽ അധികം എടുക്കാൻ പറ്റും. ഒരു പദ്യം 1-2 പദ്യങ്ങളെങ്കിലും എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അതിനൊരു വളരെ സങ്കീർണമാണ്. എനിക്ക് തോന്നുന്ന ഒരു കൂട്ടായ യജ്ഞത്തിലൂടെ, കാരണം നല്ല പ്രബുദ്ധമായ ഒരു സദസ്സാണ്, ശ്രോതാക്കളാണ്. ഇതൊരു കൂട്ടായ യജ്ഞമായി കാണാമെന്നാണ് എൻ്റെ അഭിപ്രായം. കുറച്ച് സമയം നമ്മൾ ചർച്ചയ്ക്ക് മാറ്റിവെക്കുമ്പോൾ ഒരുപാട് ആശയങ്ങൾ വരും. കാരണം അത്തരത്തിൽ ആന്തരികമായി പശ്ചാത്തലം ഉള്ളവരാണ് എല്ലാവരും. അപ്പൊ ഇതൊരു കൂട്ടായ യജ്ഞമായിട്ട് ആകാനാണ് ഞാനും ആഗ്രഹിക്കുന്നത് നല്ലവണ്ണം. ഓം വിദ്യാധിരാജായ നമഃ. ഓം മനോബുദ്ധ്യഹങ്കാര ചിത്താനി നാഹം നജ ശ്രോത്രജിഹ്വേ നജ ഘ്രാണനേത്രേ നജ വ്യോമ ഭൂമിർന തേജോ ന വായു ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം നജ പ്രാണസപ്നോ ന വൈ പഞ്ചവായു ന വാ സപ്തധാതുർന വാ പഞ്ചകോശ ന വാക്പാണിപാദം ന ചോപസ്ഥപായു ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ന മേ ദ്വേഷരാഗൗ ന മേ ലോഭമോഹൗ മദോ നൈവ മേ നൈവ മാത്സര്യഭാവ ന ധർമ്മോ ന ചാർത്ഥോ ന കാമോ ന മോക്ഷ
ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ന പുണ്യം ന പാപം ന സൗഖ്യം ന ദുഃഖം ന മന്ത്രോ ന തീർത്ഥം ന വേദാ ന യജ്ഞ അഹം ഭോജനം നൈവ ഭോജ്യം ന ഭോക്ത ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ന മൃത്യും ന ശങ്ക ന മേ ജാതിഭേദ പിതാ നൈവ മേ നൈവ മാതാ ച ജന്മ ന ബന്ധുർന മിത്രം ഗുരുർനൈവ ശിഷ്യ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം അഹം നിർവികൽപോ നിരാകാരരൂപോ വിഭുത്വാച്ച സർവത്ര സർവേന്ദ്രിയാണാം ന ചാസംഗതം നൈവ മുക്തിർനമേയ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ഓം സവിദ്യാധിരാജായ നമഃ. ഓം ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ട് പരമഗുരുവേ നമഃ. നമ്മുടെ ഗുരുക്കന്മാർക്കെല്ലാം അവരുടെ പാതാരബന്ധങ്ങളെ നമസ്കരിച്ചുകൊണ്ട് ഇതുപോലെ ഒരു സന്ദർഭം ഉണ്ടാക്കാൻ ശ്രമിച്ച എല്ലാവർക്കും, പ്രത്യേകിച്ച് കോവിച്ചാൽ നമ്മളേതാണ്ട് ഒരു വർഷത്തിന് മുമ്പ് ചട്ടമ്പി സ്വാമികളെ കുറിച്ച് അറിയാനും കൂടുതൽ പഠിക്കാനുമുള്ള ഒരു അവസരം ഉണ്ടായി. അത് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ഗുരുദേവനെ കുറിച്ചും പഠിക്കണം, ഇതേപോലെ കുറച്ച് മനസ്സിലാക്കാനുള്ള പലതും നമ്മൾ കേട്ടിട്ടുണ്ട്, മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ആഴത്തിലേക്ക് നമ്മൾ ഇറങ്ങി ചെന്നിട്ടില്ല. അതിലൊരു പ്രധാനപ്പെട്ട കൃതിയാണ്, ചെറുതാണെങ്കിലും വളരെ ആഴമേറിയ ഒരു ചെറിയ കൃതിയാണ്. ശുദ്ധ മലയാളത്തിൽ എഴുതിയാണെങ്കിലും നമുക്കത് ദഹിക്കുകയില്ല. അത് മനസ്സിലാക്കാൻ അതിൻ്റെ ബ്രഹ്മതത്വം ആണ് അതിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതിൽ ഉള്ള അവസരം ഉണ്ടാക്കി ഇതിൽ പങ്കെടുക്കാൻ പറ്റിയ ഓരോരുത്തർക്കും ആദ്യമേ തന്നെ നമസ്കാരം പറയുന്നു. ഇതൊരു ഭാഗ്യമാണ്, നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന ഒരു അവസരമാണ്. അതുപോലെ തന്നെ പ്രഗത്ഭനായ സുരേഷ് കുമാർ സാറിനെ കിട്ടിയത് അത് നമ്മുടെ ഒരു ഭാഗ്യം. അതുപോലെ തന്നെ ഇതിനകത്ത് വളരെ അധികം പരിണതപ്രജ്ഞരായ പലരും ഉണ്ട് ഇതിനകത്ത്. അവരൊക്കെ ഇതിനകത്ത് കൂടി നമ്മൾ ഈ ഒരു കൂടുതൽ ഗുരുവിനെ കുറിച്ച് കൂടുതൽ ആഴമായിട്ട് പഠിക്കാനും മനസ്സിലാക്കാനും നമ്മൾ എത്ര ശ്രമിച്ചാലും അത് അത്രയും താഴെയായിട്ട് പോകാൻ പറ്റിയില്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് വി ക്യാൻ സ്ക്രാച്ച് ദ സർഫസ്. നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട്, ഈ അമേരിക്കയിൽ ഇരുന്നുകൊണ്ട് നമ്മൾ ഒരു കൂട്ടായ്മ ഇവിടെയും നാട്ടിലുള്ളവരൊന്നിച്ചു കൂടി പലരുടെയും അറിവ് നമുക്ക് ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അതൊരു അനുഗ്രഹമാണ്. അതൊക്കെ ഈ ഗുരുക്കന്മാരുടെയൊക്കെ ഒരു അനുഗ്രഹം എന്നേ ഞാൻ പറയുള്ളൂ. ഗുരുക്കന്മാരുടെ കാരുണ്യമില്ലെങ്കിൽ നമുക്കിതൊന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഇതിൽ പങ്കെടുക്കാൻ കഴിയുന്ന ഒരു ഭാഗ്യവാന്മാർ, അതേ എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് ഇത് ഒന്നും മുടങ്ങാതെ ഈ പ്രഭാഷണ പരമ്പര മുഴുവൻ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ആധ്യാത്മികമായിട്ടുള്ള ഒരു ഉണർവ് തീർച്ചയായിട്ടും ഉണ്ടാകുമെന്നുള്ളത് ഷുവറാണ്. ഇന്നത്തെ പ്രഭാഷണത്തിൽ തന്നെ സാർ അത് വളരെ കൃത്യമായിട്ട് ഗുരുദേവനെ കുറിച്ചുള്ള ഒരു അറിവ് നമുക്ക് ഷെയർ ചെയ്തു. അതായത് ഒരു ഡിഫറെൻ്റ് അപ്രോച്ചാണ് സാർ അത് എടുത്തത്, മനസ്സിലാക്കിയത്. അപ്പോൾ അത് തന്നെ ഒരു വലിയ അനുഗ്രഹമാണ്. തുടക്കം തന്നെ വളരെയധികം വിജയമായിരുന്നു. അപ്പോൾ ഇതുപോലെ ഇത് കണ്ടിന്യൂ ആയിട്ട് പോകാനും എല്ലാവർക്കും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും കൂടുതൽ ആൾക്കാർ ഈ അവസരങ്ങളും പാഴാക്കാതെ നമ്മുടെ മറ്റുള്ള ഫ്രണ്ട്സിനോട് പറയുക, ജോയിൻ ചെയ്യുക, കൂടുതൽ ആൾക്കാർ
ഇതിനകത്ത് കയറുന്നത് നല്ലതാണ്. അവർക്ക് വേണ്ടി, നമുക്ക് വേണ്ടിയാണ്, വേറെ ആർക്ക് വേണ്ടല്ല. വിലവേറിയ സമയം സാറിനെ പോലുള്ളവർ നമുക്ക് വേണ്ടി ചെലവാക്കുമ്പോൾ നമ്മൾ അതിൻ്റെ പ്രയോജനം എടുക്കണമെന്നാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. അതുപോലെ ഇതിൽ ഭാഗവാക്കായ ഓരോരുത്തർക്കും നന്ദി പറയുന്നു. അതുപോലെ തന്നെ സാറിനോടായാലും ശോഭന ടീച്ചറോടായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ബാക്കി കേൾക്കാൻ ജിജ്ഞാസികളായിട്ട് ഞങ്ങൾ ഇരിക്കുകയാണ്. അടുത്ത ക്ലാസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറയുന്നു. നമസ്കാരം.